ഈ യാക്കോബിന്റെ ലേഖനം ശരിക്കും വളരെയധികം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു ലേഖനമാണ്. എല്ലാ ലേഖനങ്ങളും അങ്ങനെയാണ്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇത് എപ്പോഴാണ് തീരുന്നത്, എനിക്ക് മറവി കൂടുതലുണ്ട്. എത്ര മണിക്ക് നിർത്തേണ്ടതെന്ന് ചാറ്റ് വിൻഡോയിൽ ഇട്ടിരുന്നാൽ ഞാൻ അതനുസരിച്ച് നിർത്തിക്കോളാം. ഓക്കെ. അപ്പോൾ യാക്കോബിന്റെ ലേഖനം പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് യാക്കോബും പൗലോസും തമ്മിൽ എന്തോ ഒരു സംഘർഷമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും യാക്കോബിന്റെ ലേഖനം വേദപുസ്തകത്തിന്റെ ഭാഗമാണോ എന്ന് പോലും സംശയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം നവീകരണ കാലഘട്ടത്തിലുണ്ടായിരുന്നു. കാരണം ചില ഇടത്തൊക്കെ യാക്കോബ് പൗലോസിനെതിരെ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പൊ എന്താണ് ഈ യാക്കോബിന്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട തീംസ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം എന്ന്. എന്താണ് ഈ യാക്കോബിന്റെ ലേഖനത്തിന്റെ പ്രസക്തി? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ചാറ്റ് വിൻഡോയിൽ നിങ്ങൾക്കത് ഇടാവുന്നതാണ്. ഓക്കെ. യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ഒരു ലേഖനം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ പോലെ എഫേസ്യ ലേഖനത്തിന്റെ പകുതി മുതൽ യൂദായുടെ ലേഖനം തീരുന്നത് വരെ ഉള്ള ലേഖനങ്ങളെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനവും നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ലേഖനമാണ്. പലപ്പോഴും അത് നീതീകരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് പൗലോസും യാക്കോബും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പലർക്കും തോന്നുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനം നീതീകരണത്തെക്കുറിച്ചല്ല പറയുന്നത്, വിശ്വാസം നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതായത് ഫെയ്ത്ത് ജസ്റ്റിഫൈഡ് ബൈ വർക്ക്സ്. നമ്മുടെ നീതീകരണം എന്നുള്ളതിനേക്കാളും അത് വിശ്വാസത്തിന്റെ നീതീകരണമാണ്. നീതീകരിക്കപ്പെടുന്ന ഫെയ്ത്ത്, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ സ്ഥിരത എന്നതാണ് ശരിക്കും യാക്കോബിന്റെ ലേഖനത്തിന്റെ ഇതിവൃത്തം. steadfast faith, a faith that is steadfast, or Christian virtue of steadfastness. അതാണ് ശരിക്കും നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത്. ഈ ഒരു കൺഫ്യൂഷൻ, പൗലോസും യാക്കോബും തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ് എന്നുള്ളതാണ്. ഒരു വ്യത്യാസവും യാക്കോബും പൗലോസും തമ്മിലില്ല. എങ്ങനെയാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ 2 പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നതാണ് വിശ്വാസത്തിനോട് വീര്യവും, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് വെർച്യൂസ് ടു ബി ആഡഡ് ടു ഫെയ്ത്ത്. അതിലൊരു വെർച്യൂ ആണ് സ്ഥിരത എന്ന് പറയുന്നത്. വിശുദ്ധീകരണം സംഭവിക്കുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഫെയ്ത്തിനോട് കൂടി ക്രിസ്തീയ സ്വഭാവങ്ങൾ, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ്. നമ്മൾ കൂട്ടിച്ചേർക്കുന്നതല്ല, ആത്മാവ് കൂട്ടിച്ചേർക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നത്. A genuine faith is the backbone of sanctification. Christ is the author of source of sanctification. He is the sanctification. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് നമ്മൾ അവന്റെ വിശുദ്ധീകരണത്തിൽ പങ്കാളികളാകുന്നത്. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടെ ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായും വിശുദ്ധീകരണത്തിന്റെ അടയാളം എന്ന് പറയുന്നത് സ്നേഹമാണ്, ലവ് ആണ്. അപ്പോൾ ഈ സ്നേഹം എന്ന ക്വാളിറ്റി വിശ്വാസത്തോട് കൂടെ ആഡ് ചെയ്യും. അത് എത്താൻ പാടാണ്. അവിടെയാണ് യോഹന്നാന്റെ ലേഖനം ഏറ്റവും ടഫായിട്ടുള്ള ലേഖനമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട് യോഹന്നാന്റെ ലേഖനം ഒന്ന് വ്യാഖ്യാനിക്കണമെന്ന്, പക്ഷെ അതിനുള്ള ധൈര്യം എനിക്ക് ഇപ്പോഴും ഇല്ല. കാരണം ദാറ്റ് ഷോസ് എ വെരി ഹൈ സ്പിരിച്വൽ സ്റ്റെബിലിറ്റി വിച്ച് ഐ ഓൾസോ ആം സ്ട്രൈവിങ് ഹാർഡ് ഫോർ. കാരണം യോഹന്നാന്റെ ലേഖനമാണ് വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ലേഖനം, റോമാലേഖനമല്ല. റോമാലേഖനം മീൻസ് കൺസിഡറബിളി സിംപ്ലർ. ബിക്കോസ് റോമാലേഖനം മനസ്സിലാക്കാൻ നമുക്ക് ഒരു ജെന്യുവിൻ മാനസാന്തരം മാത്രം മതി. എന്നാൽ യോഹന്നാന്റെ ലേഖനം മനസ്സിലാക്കുവാൻ നമുക്ക് ഒരു ജെന്യുവിൻ സാങ്ക്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ജെന്യുവിൻ സാങ്ക്ടിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇല്ലാതെ യോഹന്നാൻ വ്യാഖ്യാനിച്ചാൽ നമ്മൾ പലതരത്തിലുള്ള വ്യാഖ്യാന പെശകുകളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിൽ ജനിച്ചവൻ ആരും ഒരു നാളും പാപം ചെയ്യുന്നില്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ഇന്റർപ്രറ്റ്. പാപം ചെയ്യാറില്ല എന്നൊക്കെ ആക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നൊക്കെയൊക്കെ മാറ്റി നമ്മൾ സമാധാനിച്ച് പോകാറുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു ഇന്റർപ്രറ്റ് മെനി പാസേജസ് ഇൻ ദ ലെറ്റർ റിട്ടൻ ബൈ ജോൺ.
അതേസമയത്ത് യോഹന്നാന്റെ സുവിശേഷം അത്രയും ടഫല്ല. യോഹന്നാന്റെ സുവിശേഷം എളുപ്പമാണ് വ്യാഖ്യാനിക്കാൻ, ബിക്കോസ് ദേ ആർ ഓൾ കൺസേണിങ് പ്രോമിസസ്. ബട്ട് യോഹന്നാന്റെ ലേഖനം പ്രോമിസസ് അല്ല, യോഹന്നാന്റെ ലേഖനം ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ ആണ്. So I have found it to be a very difficult epistle to interpret. So I am praying that the Lord would give me strength before I die, before I pass from this earth, to understand that epistle properly. യാക്കോബ് ഇതിനിടയിൽ വരുന്ന ഒരു കാര്യമാണ്. യാക്കോബ് ഈ യോഹന്നാന്റെ സുവിശേഷം മനസ്സിലാക്കാനും യാക്കോബ് വളരെ പ്രധാനമാണ്. നമ്മൾ ആത്മാവ് ഇതെല്ലാം അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ ഒരു ഓർഡറിലാണ് ലേഖനങ്ങളെല്ലാം. ആ ഒരു ഓർഡർ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വൈ റോമൻസ് ഫസ്റ്റ് ആൻഡ് ജോൺ ലാസ്റ്റ്? യൂദയാണ് ലാസ്റ്റ് നിങ്ങൾ പറയുമായിരിക്കും, ബട്ട് ദാറ്റ്സ് ഓൺലി ആൻ എപ്പിലോഗ്. റോമൻസ് ടു ജോൺ, കാർഡിനൽ എപ്പിസിൽസ്, ഡിഡാക്റ്റിക് എപ്പിസിൽസ്, നമ്മളെ പഠിപ്പിക്കാനുള്ള ഡോക്ട്രിനൽ എപ്പിസിൽസ്. ഈ ഡോക്ട്രിനൽ എപ്പിസിൽസ് ജോൺ, വൈ ജോൺ ലാസ്റ്റ്? ജോൺ ആദ്യം വായിച്ചൊന്നും മനസ്സിലാവില്ല. നമ്മൾ ആദ്യം പാപത്തിൽ നീതീകരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും സ്നേഹം, എല്ലാറ്റിനും മുകളിൽ സഹോദരപ്രീതിയോടുകൂടി സ്നേഹം ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് യോഹന്നാന്റെ ലേഖനം ആകുന്നത്. അതിനുശേഷം വെളിപ്പാടാണ്. യൂദ ശരിക്കും ആ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ക്ലൈമാക്സ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് വിശദീകരണത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നാണ് യൂദ പറയുന്നത്. പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് എപ്പിസിൽ യോഹന്നാൻ ലേഖനമാണ്. അപ്പോൾ യാക്കോബ് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാക്കോബ്, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരുപക്ഷെ യാക്കോബിന്റെ ലേഖനം വരെ അല്ലെ പത്രോസിന്റെ ലേഖനത്തിലെ പ്രത്യാശ വരെ ഒക്കെയാണ് എനിക്ക് നിങ്ങളോട് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. സോ we are all growing in that direction. We will all grow into the epistle of John. ആദ്യത്തെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല, but still it grows deeper in us, the revelation of Christ, as we grow further in the gospel epistle of John. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലെ ചില തോട്ട്സിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിൽ നിന്ന്. ഈ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ ചില കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാക്യങ്ങളുണ്ട്. We will come to it. ഈ യാക്കോബിന്റെ ലേഖനം മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്ന എല്ലാ വിശ്വാസിയെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. പലപ്പോഴും കൃപയാൽ വിശ്വാസത്താലുള്ള വീണ്ടെടുപ്പിനെതിരെ ആളുകൾ യാക്കോബിന്റെ ചില ലേഖനങ്ങൾ, ചില വാക്യങ്ങളാണ് അതിനെതിരെ പറയാൻ വേണ്ടിയും ഉപയോഗിക്കുന്നത്. പ്രവൃത്തിയുടെ സുവിശേഷം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് യാക്കോബിന്റെ ലേഖനമാണ്. അപ്പോൾ അതുകൊണ്ട് we need to understand it in a proper perspective. Okay. യാക്കോബിന്റെ ലേഖനം തുടങ്ങുമ്പോഴേ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇത് വിശ്വാസത്തിന്റെ സ്ഥിരതയെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണ്. സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരേപോലെ വിശ്വാസികളായിരിക്കാൻ നമുക്ക് കഴിയാറില്ല. ചിലപ്പം രാവിലെ വിശ്വാസം തോന്നും, ഉച്ച കഴിയുമ്പോൾ അത്രയും വിശ്വാസം തോന്നില്ല, വൈകിട്ട് കുറച്ച് വിശ്വാസിയായിട്ട് തോന്നും, അല്ല ഒരു ദിവസം മുഴുവൻ ഓഫായിരിക്കും, അടുത്ത ദിവസം ഭയങ്കര തീക്ഷ്ണതയായിരിക്കും. ഇങ്ങനെ വിശ്വാസം കയറി ഇറങ്ങിയിരിക്കുന്ന ഒരു ബാല്യകാലം എല്ലാവർക്കും ഉണ്ട്. എനിക്കും അങ്ങനെ വളരെ നാളുകൾ ഒരു ബാല്യകാലം ഉണ്ടായിരുന്നു. ശൈശവകാലം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് അപ്പോ അപ്പൻ അടുത്തുണ്ട് എങ്കിൽ അപ്പൻ വിളിക്കണം ഇടയ്ക്ക്, അല്ല അപ്പനെ തൊടണം, അല്ലാതെ അപ്പൻ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. കാണാതെ വിശ്വസിക്കാനുള്ള ധൈര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോൾ വിശ്വസിക്കും, പിന്നെ കുറെ നേരത്തേക്ക് വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വാസത്തിൽ ഉലഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വിശ്വസിക്കുന്ന, നല്ലൊരു പ്രസംഗം കേൾക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് വിശ്വസിക്കുന്ന, ഇങ്ങനെ കയറിയും ഇറങ്ങിയുമുള്ളൊരു വിശ്വാസമാണ് ഒത്തിരി ആളുകളും അവരുടെ വിശ്വാസത്തിന്റെ ശൈശവകാലത്ത് അനുഭവിക്കുന്നത്. എന്നാൽ കാലക്രമത്തിൽ ഒരു സ്ഥിരമായ വിശ്വാസം, അഴിക്കാൻ പറ്റാത്ത ഒരു വിശ്വാസം, രക്ഷയുടെ ഫെയ്ത്ത്, രക്ഷാകരമായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അഴിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. എനിക്കത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10, 12, 11 വർഷങ്ങൾക്ക് മുമ്പാണ് അഴിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാകുന്നത്. ബിഫോർ ദാറ്റ് ഐ നെവർ യൂസ് ടു ഹാവ് ദിസ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, കർത്താവെ വിശ്വാസം വന്നപ്പോൾ എത്ര തീക്ഷ്ണതയായിരുന്നു, ഇപ്പം തീക്ഷ്ണമായിട്ടൊന്ന് നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതെല്ലാം ഒരു പാസീവ്, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന പോലത്തെ ഒരു ചടങ്ങായിട്ട് വിശ്വാസം എല്ലാം എൻ്റെ ഹൃദയത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഗ്രോൺ ഇൻസെൻസിറ്റീവ് ടു വാട്ട് ദ ലോർഡ് വാസ് സേയിങ്. അപ്പം ആ ഒരു വിശ്വാസ ബലഹീനത ഇനി എനിക്ക് എപ്പോഴെങ്കിലും പഴയ പോലെ
പഴയ പോലെ എനിക്ക് എപ്പോഴെങ്കിലും ആകാൻ പറ്റുമോ? എനിക്ക് അതുപോലൊരു തീക്ഷ്ണതയിലേക്ക് എനിക്കൊരു മടങ്ങി വരവുണ്ടോ? അതോ ഞാൻ ഇങ്ങനെ തന്നെ പതുക്കെ പതുക്കെ ഇല്ലാതെ ഒരു ഹാർഡ് ഹാർട്ടഡ് ക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ മരിച്ചു പോകുമോ എന്നൊക്കെ ഞാൻ പണ്ട് ഭയപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി, വിശ്വാസത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഒരു സ്ഥിരതയിലേക്ക് നമ്മളെ ദൈവം എത്തിക്കും. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവ് നമുക്ക് തരുന്ന ഒരു അഷുറൻസ്, ആ അഷുറൻസിൽ നിന്ന് വരുന്ന ഒരു സ്ഥിരത നമ്മെ നടത്തുന്ന ഒരു കാലഘട്ടം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എല്ലാ വിശ്വാസിക്കും അവരുടെ വിശുദ്ധീകരണത്തിന്റെ ആ വഴിയിൽ ആ സ്ഥിരത ആവശ്യമാണ്. സ്റ്റെഡ് ഫാസ്റ്റ് ഫെയ്ത്ത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യാക്കോബ് പറയുന്നത്, ഇത് യാക്കോബിന്റെ ലേഖനത്തിൽ ത്രൂ ഔട്ട് നമ്മൾ ഈ സ്ഥിരത എന്ന ഒരു തീം നമുക്ക് കാണാൻ കഴിയും. ഈ വിശ്വാസത്തിന്റെ സ്ഥിരത എന്ന വാക്ക് നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കാണണം. എങ്കിലും അത് വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ദ steadfast faith, a consistent faith, where we are believers every second of our life. We trust in the Lord. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ക്രിസ്തുവിനെ ട്രസ്റ്റ് ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്നത്, ആ ഫെയ്ത്തിലൂടെ എപ്പോഴും കർത്താവിനെ നോക്കുന്ന ആ ഒരു മനോഭാവം, ഡിസ്പൊസിഷൻ. ലാസ്റ്റ് ടൈം ഞാൻ സംസാരിച്ചപ്പോൾ മലയാളമായിരുന്നോ ഇംഗ്ലീഷ് ആയിരുന്നോ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല. എങ്ങനെയായിരുന്നു? ഓക്കെ, എനിവേ ഐ ഹോപ്പ് യു എല്ലായിരുന്നു അല്ലേ? എല്ലാം കൂടെ ഓക്കെ. രണ്ടാമത്തെ വാക്യം, യാക്കോബിന്റെ ലേഖനം രണ്ടാമത്തെ വാക്യം. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, സാധാരണഗതിയിൽ കമന്ററി അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമുക്ക് ഒരു 15 ദിവസമെങ്കിലും വേണ്ടി വരും. സോ വി ആർ ലുക്കിംഗ് ഓൺലി അറ്റ് തീംസ് ഓഫ് ദ എപ്പിസോഡ് അക്കോർഡിംഗ് ടു ജെയിംസ്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതെന്ന് അറിഞ്ഞാൽ അത് അശേഷം സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ, നമ്മൾ പലവിധ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ, വിശ്വാസത്തിന്റെ പരിശോധനകൾ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസത്തിന് സ്ഥിരത ഉണ്ടാകും. അപ്പോൾ വിശ്വാസം സ്ഥിരമാകാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു വഴി ഈ വിശ്വാസത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പരീക്ഷ ജയിക്കുക എന്നുള്ളതല്ല, എന്നാൽ ചിലപ്പോൾ തോറ്റേക്കാം. പക്ഷെ എങ്കിലും തുടർച്ചയായി നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പതുക്കെ നമ്മൾ ജയിക്കുന്നവരായി മാറും. നമ്മളൊരു പരീക്ഷ ആദ്യം എഴുതുമ്പോൾ, ഇപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിലും ആദ്യം എഴുതുമ്പോൾ ചിലപ്പോൾ തോറ്റുപോയി വരും. എന്നാലും അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ് അല്ലേ? തോറ്റുപോയാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എക്സ്പീരിയൻസ് കൂടെ കൗണ്ട് ചെയ്യും. അങ്ങനെ പരീക്ഷകൾ ഓരോന്ന് വരുമ്പോൾ ചിലപ്പോൾ തോറ്റുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാവും. നമുക്കിനി എവിടെയാണ് കറക്റ്റ് ആവേണ്ടത് മനസ്സിലാവും, എവിടെയാണ് എനിക്ക് വിശ്വാസം ഇല്ലാതായി പോയെന്ന് മനസ്സിലാവും. വിശ്വാസം എവിടെയെല്ലാം പരിശോധിക്കപ്പെടുന്നോ, ഇതെന്റെ വിശ്വാസമാണ് പരിശോധിക്കപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലായാൽ അത് വലിയൊരു വിക്ടറിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജഡത്തിലെ ശരീരത്തെ പരീക്ഷിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. പിശാച് വന്ന് അല്ല, എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കും. എപ്പോഴും സാത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ അട്ടിമറിക്കാനാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എപ്പോഴും അവൻ വിശ്വാസത്തെ അട്ടിമറിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഹിസ് വർക്ക്. അപ്പോൾ നമ്മുടെ വിശ്വാസം എപ്പോഴും ഉണ്ടാവുക അത് വലിയ പോരാട്ടം തന്നെയാണ്. നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നവരാവുക എന്നുള്ളത് വലിയൊരു പോരാട്ടം തന്നെയാണ്. നമ്മൾ യുദ്ധം ചെയ്ത് ജയിക്കേണ്ട ഒരു പോരാട്ടമാണ് ഈ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാർഫെയർ ആൻഡ് വി ഫൈറ്റ് ഫോർ എ സ്റ്റെഡ്ഫാസ്റ്റ് കൺസിസ്റ്റന്റ് ഫെയ്ത്ത്. ഓക്കെ, അപ്പോൾ പരീക്ഷയിൽ അകപ്പെടുന്നത് നല്ലതാണ്, പരീക്ഷ എഴുതുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് 10th ക്ലാസ് SLC എക്സാം എഴുതുന്നതിന് മുമ്പ് 2-3 മോഡൽ പരീക്ഷകളുള്ളത്? പരീക്ഷ എന്തുണ്ടാക്കുന്നു? സ്ഥിരത ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് when you are examined again and again, you will have a steadfast faith. You will have a faith that does not waver. You will have a faith that does not disappoint you. ഇപ്പൊ എല്ലാ പരീക്ഷകളും എന്തിനു കൊള്ളാം? ഇതെല്ലാം നമ്മെ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാക്കുവാൻ ഉപകരിക്കുന്നു എന്ന് അറിഞ്ഞ് ഓരോ പരീക്ഷയിലും നമുക്ക് സന്തോഷിക്കാം എന്നുള്ളതാണ്. തോറ്റുപോയാലും സന്തോഷിക്കാം. ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ദോസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. And another chance, we will be better prepared. Even when you fail, again you get another chance. So all face different examinations, and we cannot fail every time. We will slowly start winning. We will develop a consistent faith by which we face our trials and tribulations.
ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞാൻ വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഹർട്ടാവുകയും അജിറ്റേറ്റഡ് ആവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. ഐ ഹാഡ് എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വെൻ ഐ വാസ് എ യങ് ബോയ്. ആ ട്രോമ, അതായത് ഒരു ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നുണ്ടായ ഒരു ട്രോമ, ഇറ്റ് അഫക്റ്റഡ് മീ ഫോർ സോ ലോങ് ആൻഡ് ഐ വുഡ് ഗെറ്റ് അജിറ്റേറ്റഡ് വെരി ഫാസ്റ്റ്, ടെൻസ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണാലിറ്റിയെ തന്നെ ബാധിച്ച ഒരു വിഷയമായിരുന്നു. ബട്ട് യുനോ, നമ്മുടെ ഈ ബലഹീനതകൾക്കപ്പുറത്ത് കർത്താവിനെ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും. പല പല പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ഞങ്ങളുടെ കുഞ്ഞ് മരിക്കുന്നവരെ ഞങ്ങൾ നോക്കി നിന്നു, കർത്താവിനെ സ്തോത്രം ചെയ്തു. ആ മരണസമയത്ത് കർത്താവിൻ്റെ പ്രത്യാശ, ഒരു സ്തോത്രം പറയുവാൻ ഞങ്ങളെ ശക്തരാക്കി. സോ ദാറ്റ് മീൻസ് യുനോ, പല പല പരീക്ഷകളിലൂടെ കടന്നുപോയി. അതിനിടയിൽ ദാരിദ്ര്യം, പ്രയാസങ്ങൾ, ഒറ്റപ്പെടൽ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു കാര്യമാണ്. സി, ഐ എം ബേസിക്കലി an introvert. ഞാനൊരു പാസ്റ്റർക്ക് ചേരാത്തൊരു ക്വാളിറ്റിയാണ് ഇൻട്രോവേർട്ടിസം എന്ന് പറയുന്നത്. യുനോ, ഐ cannot go and meet someone and say, oh praise the Lord, എത്ര നാളായി കണ്ടിട്ട്. No, I cannot make myself do that. See, I limit myself to bare minimum communication mostly. അതല്ലെങ്കിൽ അത്രയും എന്നോട് ഇങ്ങോട്ട് ഓപ്പൺ ആയെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഓപ്പൺ ആകാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. സോ ഐ എം ബേസിക്കലി വെരി ലിമിറ്റഡ് ഇൻ മൈ. അപ്പൊ ഇങ്ങനെയുള്ള ഒറ്റപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു വലിയൊരു കാലഘട്ടം. സോ when we go through those trials, one day I remember telling my wife, ഈ ലോകത്ത് ഒരു മനുഷ്യനോട് നമുക്ക് ഫോൺ ചെയ്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പോലും ആരും ഇല്ലാതെ ആയി പോയല്ലോ. Because people are thinking we are very proud because we are not talking as often as pastors used to talk. So they think, we are having a haughty or maybe a proud mind. പക്ഷേ hesitation ആണ്. Now I am much different because by God's grace. അപ്പൊ ഇതെല്ലാം നമ്മുടെ ട്രയൽസിനകത്തോടെ കിടന്ന് നമ്മുടെ ലോൺലിനെസ് ആകട്ടെ, പോവർട്ടി ആകട്ടെ, എന്താ പറയുന്നത്, സിക്നെസ് ആകട്ടെ, ഡെത്ത് ആകട്ടെ, you go through different trials and slowly you understand one thing: there is something that never changes, and that's God's promises. God's promises never changes. നിങ്ങൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും മാറാത്ത ഒരു കാര്യം ഉണ്ടെന്ന് പതുക്കെ പതുക്കെ നമ്മൾ മനസ്സിലാക്കും. Everything else will change, have its shape changed, altered, or conditions will alter, but still, the Lord's promises will stand. അത് എപ്പോഴും നമുക്കൊരു നങ്കൂരമായിട്ടിരിക്കും. So this is what steadfastness means. Beyond a point, we know only the Lord is there. Okay, we don't look at people around us, depend on them. No, we know there is the Lord who looks after us. അപ്പോൾ അത് നമ്മളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിന്റെ ഒരു കെയർ മാത്രമല്ല സ്റ്റെഡ്ഫാസ്റ്റ്നെസ്സിനകത്ത് വരുന്നത്. ഇത് നിത്യതയിലേക്കുള്ള എൻ്റെ ഹോപ്പും കൂടെയാണ്. ഈ നിത്യതയിലേക്കുള്ള ഹോപ്പിൽ ഒരു സ്ഥിരത ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുമോ എന്ന് തോന്നാത്ത, സംശയം തോന്നാത്ത വിശ്വാസം. സോ എ സ്റ്റേബിൾ ഫെയ്ത്ത് ദാറ്റ് ഐ വിൽ ബി ദെയർ ഇൻ ഹെവൻ. നിങ്ങൾക്കറിയാമോ, സർപ്രൈസിംഗ്ലി ജെയിംസ് ഈസ് വൺ എപ്പിസിൽ വിച്ച് സ്പീക്സ് അബൌട്ട് an assurance of salvation. രക്ഷയുടെ ആ അഷുറൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്. ഹീബ്രൂസും ജെയിംസും ഈ ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു. നമ്മളത് ഒറ്റ നോട്ടത്തിൽ ജെയിംസിൽ കാണാൻ പ്രയാസമാണ്. ബട്ട് ആ സ്ഥിരത എന്ന കാര്യം തന്നെ, ഇറ്റ്സ് കൺസേണിങ് ദ ലോർഡ്സ് സെക്കൻഡ് കമ്മിങ്. നമുക്ക് സ്ഥിരമായൊരു ഫെയ്ത്ത്, കർത്താവ് വരുവാനുള്ള ഒരു കാത്തിരിപ്പിലേക്കാണ് യാക്കോബിന്റെ ലേഖനം നമ്മളെ കൊണ്ടു ചെല്ലുന്നത്. അവിടെ പറയുന്നത് ദീർഘക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പൊ ദീർഘക്ഷമയോടെ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പ് വേണ്ടേ? ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഫോർ എക്സാമ്പിൾ, suppose you are at your examinations over and you are waiting for your results and you have not written properly, and do you want the results to come early or some days late? നിങ്ങൾക്ക് ആ റിസൾട്ട് പെട്ടെന്ന് വരണമെന്നായിരിക്കും ആഗ്രഹം. നന്നായിട്ട് എഴുതിയിട്ടില്ല എങ്കിൽ അതോ ഒരാഴ്ചയുടെ കഴിഞ്ഞ് വന്നാൽ മതി, അങ്ങനെയാണ് തോന്നുന്നത്. ഒരാഴ്ചയുടെ വന്ന് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നല്ലേ തോന്നുള്ളൂ, ബിക്കോസ് യു ആർ നോട്ട് റിട്ടൺ പ്രോപ്പർലി, അല്ലേ? അങ്ങനെയല്ലേ തോന്നുള്ളൂ.
അപ്പൊ കർത്താവ് വരുമ്പോ പോവോ ഇല്ലയോ, നിസ്സാരമല്ല, എക്സാമിനേഷൻ നോക്കുന്നവരല്ല, യു ഗോയിങ് ടു ഹെൽ. അത് ഏത് സമയത്ത് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പും ഇല്ലെങ്കിൽ കർത്താവ് വരണേ നമുക്ക് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുമോ? ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാൻ പറ്റില്ല. ഹൃദയം കൊണ്ട് ആഗ്രഹിക്കണമെങ്കിൽ എന്നെ കൊണ്ടുപോകും എന്നൊരു ഗ്യാരണ്ടി വേണം. അങ്ങനെയാണ് നമുക്ക് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണമെങ്കിൽ, കർത്താവിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ, we need to have that assurance that I belong to him and he will take me up. And that's why I'm waiting. Otherwise, how can I wait? Can I wait to go to hell? Can I eagerly wait to go to hell? No, I don't. Or take a chance to go to hell? No. അപ്പോ ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ മാത്രം വിശ്വാസത്തിന്റെ സ്ഥിരത. The stability of faith that would make you patiently wait for the arrival of the Lord. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് കർത്താവെ നീ എപ്പോൾ വരും ചോദിക്കണമെങ്കിൽ I need to have that assurance. That assurance is lost, we cannot wait for the Lord. ഇന്ന് നമ്മളാരും കർത്താവിനെ കാത്തിരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Because you have lost the assurance. Because most of us don't have that assurance. I don't know if you have the assurance. I'm not asking you because it's Zoom. If I come in person, I will definitely ask you. But thank God I'm not coming personally. I'm only here in Zoom. So this question comes to you. Do you have 100% assurance of your salvation? That you belong to the Lord and you will be taken up in heaven in glory? Are you sure in your heart? You may confess in the church, but that's another thing. You look into a mirror in your home and then ask this question, are you sure, my dear whatever? Then your image will answer you. If you don't have that 100% certainty and surety about you being taken up with the Lord, I don't think you can patiently wait for his arrival. No one can. No one can. We eagerly expect something because it excites us. It's beautiful to us. It's something that we desire from our heart. It's our hope. That's why we eagerly expect the return of the Lord. If there is any ambiguity as to what will happen to me, I will never be waiting patiently so long, okay, withstanding all these trials, overcoming temptations. I cannot. Okay, അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിലെ ഈ തീം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ടു ഹാവ് എ കൺസിസ്റ്റന്റ് ഫെയ്ത്ത് ആൻഡ് എ സെക്യൂർ ഹോപ്പ് അബൌട്ട് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ഹീബ്രൂസും അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ദാറ്റ് മീൻസ് വിശ്വാസത്തിന്റെ സ്ഥിരത ആൻഡ് പ്രവൃത്തി. ദാറ്റ്സ് ദ ഓർഡർ. ഏത് പ്രവൃത്തികളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്? വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് ചേർന്ന പ്രവൃത്തികൾ. എ ഫെയ്ത്ത്, ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഡു ദ വർക്ക്. ഇവിടെ പറയുന്ന സ്ഥിരമായ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ആ സ്ഥിരതയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന പ്രവൃത്തികൾ. അതായത് ഹൗ ഡു യു നോ ദാറ്റ് യു ഹാവ് എ സ്റ്റേബിൾ ഫെയ്ത്ത്? ബൈ ദ വർക്ക്സ് ദാറ്റ് യു ഡു. ബൈ ദ വർക്ക്സ് ദാറ്റ് യു ഡു. അപ്പൊ സ്ഥിരതയ്ക്ക് ചേർന്ന പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അങ്ങനെ ഒന്നിനും കുറവില്ലാത്തവരായി നിങ്ങൾ മാറട്ടെ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വിശ്വാസികൾക്ക് കുറവുള്ളത് പ്രവൃത്തിയാണ്. ഓക്കെ, ചുമ്മാ പ്രവൃത്തികൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിന് ചേർന്ന അനുസൃതമായ കറസ്പോണ്ടിങ് ആയ പ്രവൃത്തികൾക്ക് വളരെ ക്ഷാമമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരാകണമെങ്കിൽ എന്താ സാധാരണ കുറവ്? സാധാരണ നമ്മുടെ കുറവെന്ന് പറയുന്നത് സൽപ്രവൃത്തികളാണ്. അതിൽ കുറവില്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് പ്രവൃത്തി ചെയ്താൽ പോരാ, വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകണം. സ്ഥിരതയിൽ നിന്ന് പ്രവൃത്തികൾ ഉണ്ടാകണം. ദാറ്റ് മീൻസ് our work shall come from a consistent faith and our Christian steadfastness. അതിൽ നിന്ന് വേണം നമ്മുടെ പ്രവൃത്തികൾ ഉണ്ടായി വരുവാൻ.
അപ്പൊ യാക്കോബിന്റെ ലേഖനം എന്തിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നത്? വിശ്വാസത്തിന് അനുസരണം വരേണ്ടതിന്. റോമാലേഖനം പറയുന്ന പോലെ തന്നെ ഫെയ്ത്ത് ഹാസ് ടു ബിക്കം ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത് ക്യാൻ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഓൺലി ഇഫ് ഇറ്റ്സ് കൺസിസ്റ്റന്റ്. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ചെടി നട്ടിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കിയാൽ അത് ഫലം കായ്ക്കുമോ? ഞങ്ങൾ ചെറുപ്പത്തിലേ ചെയ്യുമായിരുന്നു. പൂച്ചെടികളൊക്കെ നട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും. വേര് വരുന്നതൊക്കെ നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഉടനെ അത് മണ്ണിനകത്ത് ആരും കാണാതെ പൊക്കി നോക്കും. പൊക്കി നോക്കുമ്പോൾ വേര് വന്നിട്ടില്ല, പിന്നെയും കുഴിച്ചു വെക്കും. അത് വേരുണ്ടാവും, അതിന് വേറുണ്ടാവില്ല. വേറുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഫലം പുറപ്പെടുവിക്കാറാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് നീഡ്സ് ടു ഹാവ് കൺസിസ്റ്റന്റ് ഇൻഹാബിറ്റിംഗ്. എങ്കിൽ മാത്രമേ അതിന് ഫലം കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തിയാണ് ഫലത്തെ പുറപ്പെടുവിക്കുന്നത്, ഫലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥിരമായ വിശ്വാസത്തിൽ നിന്നുള്ള പ്രവൃത്തി. ഉദാഹരണത്തിന് ഈ സ്ഥിരമായ വിശ്വാസത്തെക്കുറിച്ച് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. ലൈക്ക് ജീവന്റെ പ്രവൃത്തിയും മരണത്തിന്റെ പ്രവൃത്തിയും. വിശ്വാസം നമ്മളെ എപ്പോഴും ജീവനിലേക്കും, കാഴ്ച എപ്പോഴും നമ്മളെ മരണത്തിലേക്കുമാണ് നയിക്കുന്നത്. മരണത്തിന്റെ പ്രവൃത്തി എന്താണ്? മരണത്തിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നശിച്ചു പോകുന്ന മഹത്വത്തെക്കുറിച്ചുള്ള പ്രവൃത്തികളാണ്. ജീവന്റെ പ്രവൃത്തി എന്താ? നമ്മൾ ഇവിടെ ജീവിക്കാനുള്ളവരല്ല, നമുക്ക് ക്രിസ്തുവിന്റെ ജീവനുണ്ട് എന്ന ഉറപ്പിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ്. ഞാൻ ജീവിക്കുന്ന യേശുവിന്റെ ജീവനാണ്, ബൈ ഫെയ്ത്ത്. അതിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ എന്തായിരിക്കും? അതിൽ നിന്ന് വരുന്ന പ്രവൃത്തികൾ വളരെ പ്രഷ്യസ് ആയിരിക്കും, വളരെ സാങ്ക്ടിഫൈഡ് ആയിരിക്കും. വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി. എന്താണ് വിശ്വാസം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യം. ഇതൊക്കെ ഓർത്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. എന്താണ് വിശ്വാസം? വിശ്വാസത്തിന്റെ ചുരുക്കം എങ്ങനെയാണ്? ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അത് സ്ഥിരമായി നമ്മൾ അങ്ങനെ വിശ്വസിച്ചാൽ, ഏത് പശ്ചാത്തലത്തിലും കർത്താവെ ഞാൻ നിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. ഫലം പുറപ്പെടുവിക്കാൻ കഴിയണമെങ്കിൽ നമുക്കൊരു സ്ഥിരമായ വിശ്വാസം ഉണ്ടാകണം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം? സ്ഥിരമായ ഒരു വിശ്വാസം ഉണ്ടായിട്ട് നമ്മൾ ഒന്നിനും കുറവില്ലാത്തവരായി സൽപ്രവൃത്തികളാൽ തികഞ്ഞവരാകണം. ഈ സൽപ്രവൃത്തി നമുക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കി വെച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി സൽപ്രവൃത്തികൾ മുന്നൊരുക്കി വെക്കുന്നത്? എന്താണ് ഈ മുന്നൊരുക്കി വെക്കുന്ന സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ അർത്ഥം? അതായത് നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോഴല്ല, ഈ വിശ്വാസത്തിന്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ് വളരെ പ്രധാനമാണ്. നമ്മൾ മാത്സിന്റെ പ്രോബ്ലം തിയറി പഠിക്കല്ലോ എല്ലാവരും. എനിക്ക് പണ്ട് പറ്റിയൊരു മിസ്റ്റേക്കാണ്, ഈ മാത്സ് പഠിക്കുമ്പം എല്ലാം കാണാതെ അങ്ങ് പഠിക്കും. കാണാതെ പഠിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ നോക്കി പഠിക്കും. a + b² = a² + 2ab + b². അത് അങ്ങ് പഠിച്ചു. അത് എങ്ങനെ ഉണ്ടായിന്ന് പഠിച്ചു. ഓക്കെ, പക്ഷെ പ്രോബ്ലം ചെയ്യാൻ അത് ഇതല്ലേ ഉള്ളൂ, ഇതിപ്പോ വെച്ച് പ്രോബ്ലം ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കില്ല. ഈ പിള്ളേർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് മാത്സ് നോക്കി വായിച്ച് പഠിക്കുക. മാത്സ് നോക്കി വായിച്ച് പഠിച്ച് ഒരിക്കലും പാസ്സാകാൻ പോകുന്നു. അത് എഴുതി വർക്കൗട്ട് ചെയ്ത് തല പുകച്ച് പഠിച്ചാലേ, അല്ലെ, ഒരു 10 പ്രോബ്ലം എങ്കിലും തല പുകച്ച് പഠിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വിശ്വാസവും. എത്ര പ്രസംഗം കേട്ടാലും ഈ മാത്സിന്റെ പ്രോബ്ലം വായിക്കുന്നവരേ ഉള്ളൂ, വായിച്ചു നോക്കുന്നത്. നിങ്ങൾ മാത്സ് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് വായിച്ചുകൊണ്ട് വരുന്ന പിള്ളേർക്കൊന്നും പരീക്ഷ ജയിക്കാൻ പറ്റത്തില്ല. ഏത് മാത്സിന്റെ പ്രോബ്ലം വായിച്ചു പഠിച്ചാലും പരീക്ഷയിൽ എഴുതാൻ പറ്റില്ല. അത് ചെയ്ത് ബുദ്ധി കൊണ്ട് തന്നെ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മാത്സ് പഠിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ, നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗങ്ങളെല്ലാം ജീവനായി വരണമെങ്കിൽ, വചനം ജീവനായി വരണമെങ്കിൽ നമുക്ക് സൽപ്രവൃത്തികൾ വേണം. ഇല്ലെങ്കിൽ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് സൽപ്രവൃത്തികൾ? സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ഒരാൾക്ക് കൊടുക്കുന്ന അതല്ല സൽപ്രവൃത്തി. സൽപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ക്രിസ്തു അത്രേ എന്ന് വിശ്വസിച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി.
അത് ഒരു ദിവസം ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി അവരെ പൂർത്തിയുള്ളവരാക്കാൻ വേണ്ടി, പൂർണ്ണരാക്കാൻ വേണ്ടി കർത്താവ് എല്ലാ ദിവസവും വിശ്വാസത്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സൽപ്രവൃത്തികളെ നമുക്കായി മുന്നൊരുക്കിയിട്ടുണ്ടാവും. അത് പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ടാവുകയില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പ്രാക്ടിക്കൽ അല്ല ബ്രദറെ എന്നും പറഞ്ഞാണ് അത് തള്ളിക്കളയാറുള്ളത്. അതൊന്നും പ്രാക്ടിക്കൽ അല്ല. എന്താ കാര്യം? വിശ്വാസത്താൽ അല്ല, പ്രാക്ടിക്കൽ അല്ല. ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ലെന്ന്. ആരാ പറഞ്ഞ ക്രിസ്ത്യ ജീവിതം പ്രാക്ടിക്കലാണ്? ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതൊരു ഫെയ്ത്ത് ലൈഫാണ്, പ്രാക്ടിക്കൽ ലൈഫ് അല്ല. ഈ പല ആൾക്കാരും പ്രാക്ടിക്കൽ ഡിസൈപ്പിൾഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. ഫെയ്ത്ത് ഡിസൈപ്പിൾഷിപ്പ് ആണ് ശരിക്കും. അത് എന്തുമാത്രം പ്രാക്ടിക്കൽ ആവുന്നുള്ള നമ്മുടെ വിശുദ്ധീകരണം അനുസരിച്ചിരിക്കും. നമ്മൾ എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നു അത്രയും മാത്രമേ ഈ ഡിസൈപ്പിൾഷിപ്പ് പ്രാക്ടിക്കൽ ആവുകയുള്ളൂ. കാരണം ഇറ്റ്സ് ബേസിക്കലി ഫെയ്ത്ത് ലൈഫ് ആൻഡ് ദെൻ ഇറ്റ് ബിക്കംസ് പ്രാക്ടിക്കൽ ത്രൂ എക്സാമ്പിൾസ്. ഈ പറയുന്ന പ്രവൃത്തികൾ നമുക്കായിട്ട് മുന്നൊരുക്കപ്പെടുമ്പോൾ ഓരോ ദിവസവും ഞാൻ മരിച്ചു എന്ന്, ക്രിസ്തുവാണ് പകരം ജീവിക്കുന്നത് എന്ന് വിചാരിച്ച മാത്രമേ സാധിക്കൂ. ഉദാഹരണത്തിന് ഞാൻ 1-2 എക്സാമ്പിൾസ് നിങ്ങളോട് പറയാം. അപ്പൊ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്തൊക്കെയാ പറഞ്ഞത്, എങ്കിലും ചിലപ്പോൾ പറഞ്ഞതാണോന്നും അറിയില്ല. ബട്ട് ദിസ് ഈസ് ഗുഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അതായത് വിശ്വാസം ഉളവാക്കുന്ന പ്രവൃത്തി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ആന്ധ്രയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടി താമസിക്കാനായിട്ട് വന്നു. ഷി വാസ് ആൻ അഡൽട്ട്, came to stay for some days, but she was in love with a boy. And one day she was staying in her home. She said she was an orphan and she didn't have parents or anyone, so she was living in her home. And then a boy called us and said, I am in love with this girl, I want to marry that girl. I asked him to come to discuss with him who he is and who this girl is, because she didn't have any identity card or anything with her. We didn't know her identity. A friend sent her to us, and it became a bit complicated. She attempted suicide in our home. സാരി കൊടുത്തിട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ അവരെ രക്ഷിച്ചെടുത്തു. ഒരു കാര്യം മനസ്സിലായി, ഇവിടെ പറഞ്ഞ എല്ലാ ടെസ്റ്റിമണിയും കള്ളമായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തേക്ക് വിട്ട ആൾക്കാർ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു എനിക്ക് കേരളത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. അപ്പം അങ്ങോട്ട് വിട്ട ആൾക്കാർ പറഞ്ഞു വിട്ടാരെ അവളെ പൊക്കോട്ടെ, കാരണം അവൾ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി അവൾ വന്നാൽ അവൾ പോയി കേട്ടോ. ഞാൻ വളരെ ചുരുക്കിയാ പറഞ്ഞു, അവൾ പോയി ചെയ്തു. പോയപ്പോ ഞാൻ മനസ്സോട്ട് തീരുമാനിച്ചു, കർത്താവേ ഇനി അവൾ വന്ന ഞാൻ എൻ്റെ വീട്ടിൽ കയറത്തില്ല. കാരണം ഒന്ന് ആലോചിക്കേ, ആന്ധ്രയിൽ ഒരു പെൺകുട്ടി വന്ന അവർ ആരാന്നുള്ള ഐഡന്റിറ്റി കാർഡ് പോലും കയ്യിലില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് മരിച്ചാൽ മിഷണറിയുടെ വീട്ടിലെ അജ്ഞാത യുവതിയുടെ ജഡം എന്നായിരിക്കും പിറ്റേ ദിവസം വാർത്ത വരുന്നത്. എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആള് ജീവനോടെ ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ജീവൻ പോക്കാം. അപ്പൊ ഞാൻ ഇനി, കാരണം പലപ്പോഴും നമുക്ക് ബുദ്ധിമോശം എന്ന് പറയുമല്ലോ, ബുദ്ധിമോശം സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? നമ്മൾ പ്രാക്ടിക്കൽ ആയിരിക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ പറ, പ്രാക്ടിക്കൽ ആയിരിക്കണ്ടേ? ഇതിനൊക്കെ തലയിലൊരു മൂള വേണ്ടേ? അല്ലെങ്കിൽ അല്ലേ? ഞാൻ വലിയ സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് പോയല്ലോ എന്ന് വിചാരിച്ചത് ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പം വി ആർ ഓൾ സ്കെയർഡ്. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ട് കുത്തി അമേസിങ്. അപ്പൊ എൻ്റെ ഉള്ളിലൊരു ശബ്ദം കേൾക്കാണ്, ഇനി മേലാ നീ അമേസിങ് ഗ്രേസ് എന്നുള്ള പാട്ട് പാടരുത്, ആശ്ചര്യ കൃപ എന്നുള്ള പാട്ട് പാടരുത്. കാരണം നീ ചെയ്തതിനകത്ത് ആശ്ചര്യവും ഒന്നുമില്ല, കൃപയും ഒന്നുമില്ല. അപ്പൊ അവിടെ ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്ന ഒരു നിമിഷം ആലോചിച്ച്. അപ്പൊ ഞാൻ എന്നെ മരണത്തിന് ഏൽപ്പിക്കണം അല്ലേ? പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഗോതമ്പുണ്ടയാണോ അവിടുത്തെ ജയിലിൽ നിന്ന് അറിയാൻ മേല. പക്ഷെ എന്തായാലും അതിന്റെ കോൺസിക്വൻസ് എന്തായാലും അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുത്താലല്ലേ അവിടെ ഞാൻ ജയിക്കുള്ളൂ. ആ എക്സാമിനേഷൻ NCERT ഒക്കെ പുസ്തകത്തിലെ അവസാനം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആദ്യത്തെ ഒരു 3-4 ചോദ്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. അതിന് താഴോട്ട് വരുന്തോറും സ്റ്റാർ ഇട്ട ചോദ്യങ്ങൾ കാണും, സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾ ആരെങ്കിലും അക്കാലത്ത് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല. ഇതൊരു നക്ഷത്രം 1-2 അല്ല, ഒരു 5-6 നക്ഷത്രം കാണുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു.
കർത്താവ് ചോദിച്ചു, നിന്റെ ഡോറിന്റെ വാതിലടയ്ക്കാൻ നീയാണോ വീടിന്റെ യജമാനൻ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാനല്ല, കർത്താവാണ് എന്ന് പറയണം. നാളെ അവൾ ആത്മഹത്യ ചെയ്താൽ റിസ്ക് എടുക്കണം, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം, വേറൊരാൾക്ക് വേണ്ടി ചാകാൻ അവിടെ വിട്ടുകൊടുക്കണം. സമ്മതിച്ചു. കർത്താവെ, ഞാനല്ല, നീയാണ്. ഞാൻ എന്നിട്ട് ആ വിട്ട കുടുംബത്തെ വിളിച്ചു പറഞ്ഞു, അവൾ എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തിരിച്ചു വരണമെന്ന് പറയണേ, ഇങ്ങ് പോരേ എന്ന് പറ, ഞങ്ങൾക്ക് ഒരു വിഷമമില്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ദൈവം അവളെ തിരിച്ചു വിട്ടില്ല. പക്ഷെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. കാരണം എന്താ? എനിക്ക് വിശ്വാസത്തിന്റെ സ്ഥിരത ഉണ്ടാകേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. അവനതുകൊണ്ട് എന്ത് ചെയ്തു? എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. കർത്താവെ, യു ആർ ദ ലോർഡ്, ഐ ആം ഓൺലി എ സെർവൻറ്റ്, യു ഡിസൈഡ് ഹൂ ടു കം, ഹൂ നോട്ട് ടു കം. ഇത് എനിക്ക് വേണ്ടി അന്ന് ഒരുക്കി വെച്ചിരുന്ന സൽപ്രവൃത്തിയായിരുന്നു. ഞാൻ തോറ്റുപോയി. പക്ഷേ സ്റ്റിൽ ദാറ്റ് ഫെയ്ത്ത് ഗ്രോസ്. ഓക്കെ. അതുപോലെ വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ അക്കാലത്ത് പ്രസംഗിക്കുമ്പോൾ എല്ലാം ഭയങ്കര ഓവർ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പ്രസംഗിക്കാം. ഒരു കമ്മിറ്റ്മെന്റ് ഓവർ അല്ല, ഞാൻ പറഞ്ഞ ഈ പിള്ളേരുടെ പറയുമ്പോൾ ഭയങ്കര ഡയലോഗ്. നമുക്ക് ഈ മിഷൻ ചലഞ്ച് ഒക്കെ കൊടുക്കുന്നവർ ഭയങ്കര മിഷൻ ചലഞ്ച് ഒക്കെ കൊടുക്കുമ്പോൾ ഈ മറ്റുള്ള സാക്രിഫൈസ്, മരണം എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഞാൻ ഈ യൂത്ത്സിനോട് സംസാരിച്ചപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇങ്ങനെ ഈ മൊറേവിയൻ മിഷണറിമാരുടെ എക്സാമ്പിൾ. അവര് ലെപ്രസി കോളനിയിൽ ലെപ്രസി ഉള്ളവരെ താമസിപ്പിച്ചിരുന്ന ഐലൻഡിൽ പോയി സുവിശേഷം പറയാൻ വേണ്ടി അവര് ഇനി മേലെ തിരിച്ചു വരില്ല. കാരണം തിരിച്ചു വന്ന അവിടെ നിന്ന് ലെപ്രസി അണുക്കൾ ഇവിടെ കൊണ്ടുവന്ന് പകർത്തുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരില്ല, അവിടെ മരിച്ചോളാന്ന് എഴുതി കൊടുത്ത് പോയതായിട്ടൊക്കെ ഞാൻ പ്രസംഗിച്ചു. അപ്പൊ ഒരു ദിവസം എന്നെ ദൈവം പരീക്ഷിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കരമായ പനി വന്നു. എന്ത് ചെയ്താ പനി മാറുന്നില്ല. എല്ലാ മരുന്നും കൊടുത്തും പനി മാറുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. എന്തൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കാം അതെല്ലാം കൊടുത്തിട്ട് പനി മാത്രം കുറയുന്നില്ല. 103. എന്ത് മരുന്ന് കൊണ്ടും കുറയുന്നു. അപ്പൊ ഡോക്ടറെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ HIV ഉള്ളൊരു മോനുണ്ടല്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട്. മനസ്സിലായെന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് പിടി കിട്ടിയോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, HIV ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പൊ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ഇടിവാളും മിന്നി. എന്തുകൊണ്ടെന്നറിയോ? ഒരാഴ്ച മുമ്പ് എന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടായിരുന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ എന്താ? ഡോക്ടർ പറയുക, നമുക്ക് രണ്ടുപേർക്ക് HIV പോസിറ്റീവ് ആണ്. അപ്പൊ സ്വപ്നത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറയാണ്, HIV ആണ് എന്താ? 5 വർഷം ജീവിതം അല്ലെങ്കിൽ HIV ഇല്ലെങ്കിലും കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്വപ്നമായിരുന്നു. അത് എന്നോട് പറഞ്ഞായിരുന്നു. ഡോക്ടർ HIV ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ സ്വപ്നം ഓടി വന്നു. ഡോക്ടർ ഇനി ഇതിങ്ങനെ പറയുമോ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ബ്ലഡ് കൊടുത്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ എൻ്റെ വരാന്ത ഇരിക്കുക. വരാന്ത ഇരുന്നപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, പ്രസംഗം ഒത്തിരി കൂടിപ്പോയായിരുന്നു. ഈ ലെപ്രസി ഉള്ളവരെടുത്ത് പോയി ലെപ്രസി പിടിച്ച് മരിച്ച ആൾക്കാരുടെ കാര്യം പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ HIV ഉള്ളവർ ശുശ്രൂഷിച്ച് HIV പിടിച്ചാൽ താങ്ങാൻ പറ്റുമോ? അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു, ഈ HIV നീ അത്രയും വലിയ പ്രസംഗം പ്രസംഗിച്ചല്ലേ, നീ HIV-കാരുടെ ഇടയിൽ ശുശ്രൂഷിച്ചിട്ട് ഒരു HIV നിനക്ക് തന്ന നീ എന്താ പറയും? നീ വാങ്ങിക്കൂലേ? ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മിക്കവാറും നമ്മളെ ഇത് കർത്താവ് തന്നതായിരിക്കും. തന്നതാണെങ്കിൽ സ്തോത്രം ചെയ്ത് മേടിക്കാം എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കാരണം ഇങ്ങനെ തന്നെ സ്വപ്നത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു അത്രേ. അപ്പൊ എല്ലാം ഇതുവരെ വളരെ കറക്റ്റാണ്. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് ദർശനമാണ്. സഹോദരങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ദൈവം സമ്മതിപ്പിച്ചു. മരിക്കുന്നത് ലാഭം, ജീവിക്കുന്ന ക്രിസ്തു. ഇത് എന്തിനാ സമ്മതിപ്പിക്കുന്നത്?
ഇങ്ങനെ പല പ്രാവശ്യം ആകുമ്പം നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത വർദ്ധിക്കും. പക്ഷെ ദൈവം നമുക്ക് താങ്ങാനാവാത്തത് തരികയില്ല. അതിന് പോക്കുവഴി ഉണ്ടാക്കി രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ല, ഇവിടെ എല്ലാം പോക്കുവഴി തന്ന് രക്ഷിച്ചില്ല എന്നെ. എന്റെ വിശ്വാസം ശരിക്കും പരിശോധിച്ചു. ചിലയിടത്ത് തോറ്റു, ചിലയിടത്ത് ജയിച്ചു. പക്ഷെ അവിടെ ഒന്നും എന്നെ അരുതാത്ത പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോയില്ല. അപ്പൊ ഇങ്ങനെ നാനാവിധ പരീക്ഷകളിലൂടെ നമ്മൾ, എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക് ഈ വിശ്വാസത്തിന്റെ പരിശോധനകൾ കാണാത്തത്? നമ്മൾ ഒത്തിരി വിഷയങ്ങൾ ഇത് പ്രാക്ടിക്കൽ അല്ലെന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അതിൽ ചിലതെങ്കിലും ദൈവത്തിന്റെ ആത്മാവോ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നമുക്ക് കർത്താവ് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആ പ്രവൃത്തിയിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടാണ് സ്ഥിരത. വിശ്വാസത്തിന്റെ സ്ഥിരത എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള പ്രവൃത്തികളെ നമ്മളിൽ ഉളവാക്കുന്നു. ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ലൈഫിൽ എപ്പോഴും നമ്മൾ ത്രൂ ഔട്ട് നോക്കിക്കൊണ്ടിരിക്കണം. ചിലതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും, ഇത്രയും ടഫ് ആയിരിക്കത്തില്ല. ഞാൻ ടഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓർക്കുന്നുള്ളൂ. ഓവർ മെനി ഇയേഴ്സ്, ഇതൊക്കെ 2007 2009 നടന്ന കാര്യങ്ങളാണ്. ടഫായിട്ടുള്ളതാണ് ഓർക്കുന്നത്. അതല്ലാതെ ഒത്തിരി ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളിലും തന്നെ വി ആർ ചലഞ്ച്ഡ് ബൈ എ റൈച്ചസ്നെസ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു us, and also we are put questions based on that righteousness, so that we obey and praise the Lord and develop a faith that's consistent. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന വരെ, നാളെ അല്ലേ, കുറച്ച് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയതായിരിക്കും. ചില സൽപ്രവൃത്തികളൊക്കെ മനസ്സിൽ തോന്നും. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങളിൽ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ടീമിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞായിരുന്ന എന്നാണ് എന്റെ ഓർമ്മ. പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല? ഓക്കെ, പറഞ്ഞു. അപ്പൊ ആ സംഘടനയില് ഇപ്പൊ അവരെ ഒത്തിരി പേരെ മിഷന് വേണ്ടി വിളിച്ചു. അപ്പൊ പല ആൾക്കാർക്ക് കഥ കേട്ടപ്പം പോയാൽ കൊള്ളാന്ന് ഭയങ്കര ആവേശം തോന്നി. പക്ഷെ ചില ആളുകളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു ദൈവം വിളിക്കുന്ന അല്ലാന്ന്. പക്ഷെ ചില ആളുകളുടെ കാര്യത്തിൽ ആണെന്നും അല്ല നോക്കാം. നമുക്കൊരു പ്രൈമറി ജഡ്ജ്മെന്റാ, ഫൈനൽ ഒന്നും അല്ല. പക്ഷെ ഇപ്പം നമ്മൾ പോകാൻ റെഡിയായി. ഒരു രാജ്യത്തിലേക്കും ഇന്ത്യ ഗവൺമെന്റ് വിടുന്നില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊന്നും സെക്യൂരിറ്റി സൈറ്റ് ചെയ്ത് ഇറാഖിലേക്കുള്ള ടീമിനെ തടഞ്ഞു. എന്തിനു വേണ്ടിയാ പോകുന്നത് ചോദിക്കുമ്പോൾ എന്ത് പറയും? പ്രത്യേകിച്ച് ഇവിടെ ബോംബ് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒക്കെ പോകാൻ പറ്റുമായിരുന്നു, ഇപ്പൊ എല്ലാം ഭയങ്കര. അഫ്ഗാനിസ്ഥാനിലോട്ട് പോകാൻ വേണ്ടി പോയി, അപ്പൊ അവിടെ പ്രശ്നം വഷളായി. ഓക്കെ, അപ്പോൾ അവർ പിന്നീട് ഒരു അവസരത്തിലേക്ക് അത് മാറ്റി വെച്ചു. ഗവൺമെന്റ് അനുവദിക്കാത്തതുകൊണ്ടാണ്. 4-5 പേര് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ചെന്നു, പക്ഷെ ഇമിഗ്രേഷനിൽ അവർ തടഞ്ഞു, പെർമിഷൻ ഇല്ലെന്ന്. ഓക്കെ, അപ്പോൾ ആവേശം കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇറങ്ങിയോ, ഇത് ഞാൻ ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇറങ്ങിയേക്കാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവാകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന്റെ ആത്മാവ് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നമ്മൾ മിസ്സാക്കിയേക്കാം അതിനിടയിൽ. ഇപ്പം ഇറാഖിൽ പോകാൻ റെഡി ആയിരിക്കുന്ന ഒരാള് സ്വന്തം വീട്ടിൽ ആ വിശ്വാസത്താൽ ജയിക്കണ്ടേ? അവിടെ തോറ്റിട്ടുണ്ടാവും. അതായിരിക്കും ദൈവം വെച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ. ഇത് വേറൊരാളുടെ ചോദ്യമായിരിക്കും ചിലപ്പോൾ ഉത്തരം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടിയ ചോദ്യം നോക്കാതെ അടുത്തിരിക്കുന്നവൻ, എക്സാമിനേഷൻ അടുത്തിരിക്കുന്നവൻ 10ാം ക്ലാസ് ആണോ 12ാം ക്ലാസ് ആണോ അറിയാതെ അവന്റെ ചോദ്യ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അല്ലെ? അപ്പോ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഓരോ ദിവസത്തെയും ഈ വിശ്വാസത്തിന്റെ പരിശോധന എങ്ങനെ നടക്കുന്നു നമുക്ക് വെളിപ്പെടുത്തി തരാൻ ആത്മാവിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ഇത് വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണം. ആ പ്രവൃത്തികളെ ധൈര്യമായി നേരിടണം. കർത്താവ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ വിശ്വാസത്തിന്റെ സ്ഥിരത നമുക്ക് ആവശ്യമാണ്. സ്ഥിരമായൊരു വിശ്വാസത്താലാണ് നമ്മൾ ഇത് സാധിപ്പിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അപ്പൊ ഓരോ പരീക്ഷയിൽ നമ്മൾ ജയിച്ചാലും തോറ്റാലും അത് നമ്മുടെ സന്തോഷമായിട്ട് നമ്മൾ കരുതണം. നിങ്ങൾ ഒരുത്തിന്
എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നാണ് വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രവൃത്തികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? യു ഡോണ്ട് ഹാവ് എ കൺസിസ്റ്റന്റ് ഫെയ്ത്ത് എന്നാണ്. സ്ഥിരമായൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? ഈ വിശിഷ്ടമായ പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സൽപ്രവൃത്തികൾ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സൽപ്രവൃത്തികൾ, നമ്മുടെ സൽപ്രവൃത്തികൾ വേറെ, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സൽപ്രവൃത്തികൾ വേറെ, രണ്ടാ കേട്ടോ. അത് വ്യത്യാസം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? അറിയില്ലെങ്കിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കേണ്ടതിന്, ഭവനം മുഴുവൻ പ്രകാശിക്കേണ്ടതിന് തണ്ടിന്മേൽ വെക്കണം, അല്ലാതെ പറയും കീഴിൽ വെക്കരുത്. അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ വലം കൈ കൊണ്ട് ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. അപ്പൊ ശരിക്കും നമ്മളൊരു സൽപ്രവൃത്തി ചെയ്താൽ അത് പബ്ലിക് ആക്കണോ, അതോ വിളക്ക് പോലെ പ്രകാശിക്കണോ, പറയും കീഴിൽ അതോ തണ്ടിമേൽ വെക്കണോ, അതോ വലം കൈ ചെയ്യുന്ന ഇടം കൈ പോലും അറിയാതെ രഹസ്യമായിട്ട് ചെയ്യണം? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്താൽ അത് മനോരമയിൽ കൊടുക്കണോ, അതോ ഗുഡ് ന്യൂസിൽ കൊടുക്കണോ, അതോ മിണ്ടാതെ മേടിച്ചു കൊടുത്തിട്ട് സമാധാനിട്ടിരുന്നാൽ മതി? മത്തായിയുടെ 5 അനുസരിച്ച് നമ്മൾ പറയും കീഴിൽ വെക്കാൻ പാടില്ല, തണ്ടിമേ തന്നെ വെക്കണം. അപ്പൊ ആൾക്കാരെല്ലാം നമ്മുടെ സൽപ്രവൃത്തികൾ കാണണം. ഇങ്ങനെയല്ലേ? മത്തായി 6 അനുസരിച്ച് അതേ പ്രസംഗം അരമണിക്കൂർ കഴിഞ്ഞപ്പം കർത്താവ് പറയാണ്, നിങ്ങൾ വലം കൈ കൊണ്ട് ചെയ്യുന്നതൊന്നും ഇടം കൈ അറിയരുത്. അപ്പൊ ഇതിലേതാ നമുക്ക് പറ്റിയത്? സ്കൂൾ ബാഗ് വിതരണം ജൂൺ മാസത്തിൽ പിള്ളേരെ വിളിച്ചത്, അല്ലെങ്കിൽ കൊറോണ കാരണം അത് നടന്നില്ല. ഇതുപോലെ ഒരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ പിള്ളേരെ വിളിച്ചു നിർത്തി സ്കൂൾ ബാഗ് വിതരണം ചെയ്യുമ്പം അവിടെ ധനവാന്മാരായ പിള്ളേരും കാണും. അവന്റെ അപ്പനായിരിക്കും ഇത് കൊടുക്കുന്നത്. പിന്നെ ഈ ബാഗ് കാണുമ്പോഴല്ലേ ഈ പിള്ളേർ അവനെ കളിയാക്കും, ഇതെന്റെ അപ്പൻ മേടിച്ച് തന്നാലോടാന്ന് ചോദിച്ചു. അവനെ സ്നേഹം ഉണ്ടെങ്കിൽ ഈ രഹസ്യമായിട്ട് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ സ്നേഹം എന്ന് പറയാം. ഇത് പബ്ലിക്കായിട്ട് ഒരു കൊച്ചിനെ വിളിച്ച് പുസ്തകവും ബാഗും കൊടുക്കുമ്പോൾ അവനെ അപമാനിക്കപ്പെടുക. ശരിക്കും ദാരിദ്ര്യം ഒരു അപമാന വിഷയമായി മാറുക. ഓക്കെ, എനിവേ, അപ്പൊ നമ്മുടെ ഐഡിയ എന്താണ്? നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ അറിയിപ്പിക്കണോ, അതോ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യണോ? എന്തായിരിക്കും ദൈവത്തിന് ഇഷ്ടം? ഈ രഹസ്യമായിട്ട് ചെയ്യാൻ പോവാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളെ തണ്ടിമേൽ വെക്കുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ? തണ്ടിമേൽ വെക്കാൻ പറ്റുമോ ഈ രഹസ്യമായിട്ട് ചെയ്തിട്ട്? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 തരം സൽപ്രവൃത്തികൾ ഉണ്ടെന്നുള്ളതാണ്. ഒന്ന്, നിങ്ങളുടെ സൽപ്രവൃത്തി. അതിനർത്ഥം ഈ നിങ്ങളുടെ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? അത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയാം. അതിനാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓ, ചെയ്സ് ആള് കൊള്ളാം കേട്ടോ എന്ന് പറയിപ്പിക്കുന്ന സൽപ്രവൃത്തികളെയാണ് നമ്മൾ സ്വന്തം സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ പറയാന്ന് വെച്ചോ, ഓ ഇത് കർത്താവ് ചെയ്തതാണ്, മനുഷ്യനെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറയാന്ന് വെച്ചോ, അത് ആര് ചെയ്തതായിരിക്കും? കർത്താവ് ചെയ്തതായിരിക്കും. അത് ഞാനില്ല, ക്രിസ്തു ജീവിക്കുമ്പോൾ മാത്രം നടക്കുന്ന സൽപ്രവൃത്തി. അത് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന സൽപ്രവൃത്തിയാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അത് ആത്മാവ് ഉണ്ടാക്കുന്നതാണ്. വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ള ഒരാളില് ഉണ്ടായി വരുന്നതാണ് ആ സൽപ്രവൃത്തി. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പ്രയാസം. പരസ്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. പരസ്യമായിട്ട് ചെയ്താൽ അപകടമാണ്. എന്താ അപകടം? ഇപ്പൊ ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യുന്ന ഒരാളാണെന്ന് നാട്ടിൽ അറിഞ്ഞെന്ന് വിചാരിച്ചു, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? അവിടെ നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ആൾക്കാരൊക്കെ വിളിച്ച് പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചോ, എന്ത് സംഭവിക്കാം നാട്ടില്? ആ നാട്ടുകാർ മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ കാണും. എന്ത് പ്രശ്നം ഉണ്ടല്ലോ ആൾക്കാർ നിങ്ങളുടെ പുറകെ നടക്കും. അതുകൊണ്ട് നിങ്ങൾ പറയും, ഞാനാ ഇത് തന്നെന്നുള്ള കാര്യം ആരോടും പറയല്ലേ, അത് പറയും കീഴിൽ തന്നെ വെച്ചേക്ക്, ഞാൻ അങ്ങനെ സഹായിക്കുന്ന ആളാന്ന് ആരും അറിയണ്ടെന്ന് വരും. ഇല്ലേ ഇല്ലേ ഇല്ലേ, അങ്ങനെ ചെയ്യില്ലേ? അതായത് നമുക്ക് മുറിവേൽക്കുന്ന സഹായങ്ങൾ നമ്മൾ രഹസ്യമായിട്ട് ചെയ്യുന്നത് മാക്സിമം, കാരണം അത് വേറെ ഒരു അറിയാൻ പാടില്ല. ഇത് അറിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഒരു നിങ്ങളുടെ പ്രവൃത്തികൾ മലമേലിരിക്കുന്ന പട്ടണം പോലെയാണെങ്കിൽ, ഈ മലമേൽ പോലിരിക്കുന്ന മലയിൽ ആ പട്ടണത്തിൽ മാത്രമേ വെളിച്ചമുള്ളൂ. അപ്പൊ ആ വെളിച്ചം അന്വേഷിച്ച് വരുന്നവരെല്ലാം നല്ല മനുഷ്യരായിരിക്കുമോ? അല്ല. അതിന് ചതിയന്മാർ കാണും, മോഷ്ടാക്കൾ കാണും, കീടങ്ങൾ കാണും, എല്ലാം കാണും.
അപ്പൊ നമുക്കത് കത്തിച്ചു വെക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇതെല്ലാം പറയുന്നത് യേശു ക്രിസ്തു നമ്മളോട് വെളിപ്പെടുന്ന പ്രവൃത്തികളെ കുറിച്ചാണ്. യേശു ക്രിസ്തു നമ്മളോട് വെളിപ്പെടുന്ന പ്രവൃത്തികൾ നമ്മൾ അത് ഒന്നും ചെയ്യണ്ട, അത് കർത്താവ് തന്നെ അത് വെളിയിൽ കൊണ്ടുവന്നോളും. ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ ഒരിക്കലും പറയും കീഴിൽ വെക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കും. കാരണം അത് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കാര്യമല്ല, അത് വിശ്വാസത്തിന് ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറഞ്ഞതാണ്, ഹിന്ദു RSSകാരനാണ്. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, എങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ചേരാൻ പറ്റുന്നത്? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പുള്ളിയുടെ ബന്ധത്തിലുള്ള ഒരാള് ജീവിക്കുന്ന കണ്ടിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്? ചോദിക്കുക, ആ മനുഷ്യൻ ചോദിച്ചതാണ്. എനിക്ക് സ്നാനപ്പെടണം, സ്നാനപ്പെട്ട ചേരാൻ പറ്റുമോ? എന്താ ചെയ്യുന്നത്? ക്രിസ്ത്യാനി ആകേണ്ടത് എങ്ങനെയാണ്? പുള്ളി ചോദിക്കുകയാണ്. ഇതെങ്ങനെയാ? ഈ വിശ്വാസത്താൽ വരുന്ന പ്രവൃത്തികൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും നമ്മുടെ പുകഴ്ചയിലേക്കും, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും കർത്താവിന്റെ പുകഴ്ചയിലേക്കാണ് നടത്തുന്നത്. ഇത് തമ്മിൽ തിരിച്ചറിയാൻ പ്രാണനെയും ആത്മാവിനെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന വാൾ പ്രയോഗിക്കപ്പെട്ടെങ്കിൽ മാത്രമേ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രോബ്ലം. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്ക്സ് ഓഫ് ദ ലോർഡ്, വർക്ക്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അവിടെ നമുക്ക് വേദന എടുക്കും, നമ്മൾ സഹായിക്കുന്നവർ നമ്മളെ മുറിവേൽപ്പിക്കും. ബട്ട് ഈവൻ ദെൻ വി സ്റ്റിൽ ലവ് ദം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ജഡമാണെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് ഒരു റെമ്യൂണറേഷൻ നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെല്ലാം ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് അതിനകത്ത് റെമ്യൂണറേഷൻ ഒന്നുമില്ല, മഹത്വമില്ല. നമുക്കൊരു ബഹുമാനം പോലും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, നന്ദി പോലും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ പ്രവൃത്തികളെ വിശദീകരിക്കാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലൊരു അത്താഴമോ മുത്താഴമോ നടന്നാൽ റോഡിൽ ഇരിക്കുന്നവരെ വിളിക്കുക, അവരാണ് നിങ്ങൾക്കൊരു നന്ദി പോലും പറയല, തന്നെയല്ല നിങ്ങൾ വിളിച്ചൊരു ചായ പോലും തരുകയില്ല. അപ്പൊ പൂർത്തിയായിട്ടും വൺ എൻഡ് ഓപ്പൺ ആയിട്ടുള്ള പ്രവൃത്തികൾ. സ്നേഹം ഈസ് സംതിങ് ദാറ്റ് യു ഗിവ്, നോട്ട് സംതിങ് ദാറ്റ് യു ടേക്ക്. വിശ്വാസത്തിന്റെ പ്രവൃത്തികളിൽ സ്നേഹം എന്ന് പറയുന്നത് നൽകപ്പെടുന്നതാണ്, വാങ്ങിക്കപ്പെടുന്നതല്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഭാര്യ ഭർത്താക്കന്മാരെ, സ്നേഹം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കൊടുത്താൽ മതി. അഗപ്പയുടെ പ്രത്യേകത ഏതാണ്? കീപ് ഓൺ ഗിവിങ് ഈവൻ ഇഫ് യു ഡോണ്ട് റിസീവ് ബാക്ക്. കീപ് ഓൺ ഗിവിങ്, ഡോണ്ട് ഗെറ്റ് ടയർഡ്, because the works of the Lord is like a light shining in darkness. ചുറ്റും ഡാർക്കാണോ? ഷൈൻ മോർ ബ്രൈറ്റ്ലി. ചുറ്റും പ്രതിസന്ധിയാണോ? യുവർ ലൈറ്റ് വിൽ ബി ഷൈനിങ് മച്ച് ബ്രൈറ്റ്ലി ദാൻ അതർവൈസ്. ഇരുട്ട് കൂടുന്തോറും നമ്മുടെ വെളിച്ചം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലുമിനോസിറ്റി കൂടുതലായിട്ട് തോന്നും, അത് കൂടുതൽ പ്രകാശിക്കും ഇരുട്ട് വർദ്ധിക്കുമ്പോൾ. ചുറ്റുമുള്ള ഇരുട്ട്. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അത് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാത്ത സ്നേഹം പ്രയാസമാണ്. അതാണ് നമ്മൾ മരിച്ചാൽ മാത്രം, ക്രിസ്തുവിന്റെ ജീവനിലൂടെ മാത്രമേ അങ്ങനെ സ്നേഹത്തിലേക്ക് നടക്കാൻ നമുക്ക് കഴിയുള്ളൂ. സ്നേഹത്തിൽ നിന്നുളവാകുന്ന വിശുദ്ധീകരണത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമുക്ക് പോകുവാൻ വിശ്വാസത്തിന്റെ സ്ഥിരത ആവശ്യമാണ്. സ്ഥിരമായൊരു വിശ്വാസമാണ് നമ്മെ ക്രിസ്തുവിന്റെ ആ തേജസ് ഉള്ളവരാക്കി മാറ്റുന്നത്. I think I have put the James epistle in a perspective. അതായത് യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ത്രൂ ഔട്ട് ഇത് മനസ്സിലാക്കണം. പ്രവൃത്തികൾ എങ്ങനെ ഉണ്ടാകുന്നു? പ്രവൃത്തികൾ എങ്ങനെ ഉണ്ടാകുന്നു? പ്രവൃത്തികൾ വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിന്നുണ്ടാകുന്നു. അത് ദൈവമഹത്വത്തിനെ ഉണ്ടാകുന്നു. നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികളിലൂടെ നമ്മളെ തികഞ്ഞവരാക്കിക്കൊണ്ട് ദൈവം നമ്മളിൽ ഉളവാക്കുന്നു. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ തന്നെ ഉദ്ദേശം അനുസരണം വരുത്തുക എന്നുള്ളതാണ്. ഫലം പുറപ്പെടുവിക്കുമാറാക്കുക. ഈ ഫലം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ അത് അൺസീസണിൽ ഉണ്ടാകേണ്ട ഫലമാണ്. അതിനെയാണ് നമ്മൾ അഗപ്പയുടെ ബേസ് ആയിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. അത് വിശ്വാസത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വി നീഡ് ടു ഹാവ് എ കൺസിസ്റ്റന്റ് ഫെയ്ത്ത്, ആൻഡ് ദാറ്റ് ഫെയ്ത്ത് ഷുഡ് ബ്രിങ് അബൌട്ട് ഒബീഡിയൻസ് ടു ദ ഡിവൈൻ വിൽ. കർത്താവിന്റെ സ്വഭാവത്തോടുള്ള ഒരനുസരണം നമുക്കങ്ങനെ ഉണ്ടാകണം. ഓക്കെ, ഇനി അടുത്തത് ഈ സ്ഥിരതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ യാക്കോബിന്റെ ഏത് ലേഖനത്തിൽ ഏത് വാക്യം വായിച്ചാൽ ഈ സ്ഥിരത എന്നുള്ള വിഷയം വരും. അത് പല രീതിയിൽ യാക്കോബ് ഭംഗിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത വാക്യം നോക്കി, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ബത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഈ വാക്യം ഒരു എക്സാമ്പിൾ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഇത്
സ്കൂളിൽ പഠിക്കാനുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് പെട്ടെന്ന് ചിന്തിക്കുക. പഠിക്കാൻ അത്ര ബുദ്ധിയൊന്നും ഇല്ല ബ്രദറെ ഞങ്ങളുടെ കുട്ടിക്ക്, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കണേ, ജ്ഞാനം കുറവായവൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ ജ്ഞാനം കൊടുക്കുന്ന കാര്യമാണോ അവിടെ പറഞ്ഞേക്കുന്നത്? ലോകത്തിന്റെ ജ്ഞാനം അല്ല അത് നോയിങ് ഗോഡാണ്, ശരിക്കും നോളജ് ഓഫ് ക്രൈസ്റ്റ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എത്ര ഉപദേശിച്ചാലും ഈ എന്താ പറയുന്നത്, ഈ പരിജ്ഞാനത്തിലേക്ക് വീഴാത്ത ആൾക്കാരുണ്ട്. ഉപദേശം പിന്നെയും പിന്നെയും കേട്ടാലും പരിജ്ഞാനത്തിലേക്ക് വീഴില്ല, അതെല്ലാം പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തെടുക്കും. എന്ത് നല്ല പ്രസംഗം, എന്ത് നല്ല പോയിന്റ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എടുത്ത് വായിലോട്ട് വെച്ച് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് ബിക്കം പാർട്ട് ഓഫ് ദ. ഇപ്പൊ പരിജ്ഞാനം ഉണ്ടാവില്ല, വിസ്ഡം നോളജ് ഉണ്ടാവില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം എന്നുള്ള മലയാളം ട്രാൻസ്ലേഷൻ കാരണമാണ് നമ്മൾ അത് അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് വിസ്ഡം എന്നാണ്. വിസ്ഡം എന്ന് പറയുന്നത് പരിജ്ഞാനമാണ്. പരിജ്ഞാനം അല്ലെങ്കിൽ വിവേക ബുദ്ധി. അതായത് എന്താണ് ചെയ്യേണ്ടത്, ഓരോ അനുസരണത്തിന്റെ തക്കതായ സിറ്റുവേഷൻ നമ്മൾ എത്തുമ്പോൾ ഹൗ ടു വർക്ക് ദാറ്റ് ഔട്ട്. ഇപ്പൊ ഞാൻ തിരുമ്പ് നിങ്ങൾ പറഞ്ഞല്ലോ, ജഡത്തിൽ നിന്ന് വരുന്നതാണോ അത് ആത്മാവിൽ നിന്ന് വരുന്നതാണോ എന്ന് പരിജ്ഞാനത്തിന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആത്മാവിന്റെ പരിജ്ഞാനമില്ലാതെ അത് കുറവായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്രിസ്തുവിന്റെ പ്രവൃത്തികളിലേക്ക് പോകാൻ പറ്റില്ല. സോ വി നീഡ് ടു ഹാവ് എ കൺസിസ്റ്റന്റ് ഫെയ്ത്ത് ആൻഡ് നോളജ്. അത് എന്തുകൊണ്ടാന്ന് നോക്കി അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും നിരൂപിക്കും എന്ന് നിരൂപിക്കരുത്. ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. അപ്പൊ ഈ കാറ്റ് എന്താ പറയുന്നത്, കാറ്റത്ത് ഉലയുന്ന കടൽ തിര പോലെയാണ് ഈ സ്ഥിരതയില്ലാത്ത മനുഷ്യൻ. വിശ്വാസത്തിന്റെ സ്ഥിരത ഇല്ലാത്തവർക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ്, എത്ര വർഷം കഴിഞ്ഞാലും അവർക്ക് ആരെങ്കിലും സഹായം വേണം. അവരിങ്ങനെ പറയും, പാസ്റ്റർ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല പാസ്റ്റർ. ഞാൻ പറയും, ലജ്ജയില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് പറയാൻ? എത്ര നാളായി വിശ്വാസം വന്നിട്ട്? എന്നിട്ട് ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയരുത്. വിശ്വാസം തോന്നുന്നില്ലെങ്കിലും നമ്മൾ കടന്ന് വിശ്വസിക്കണം. ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല വിശ്വാസം, പക്ഷെ അവിടെയും നമ്മൾ കടന്ന് വിശ്വസിക്കണം. നെവർ സേ ഐ ഡോണ്ട് ഹാവ് ഫെയ്ത്ത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ആരിലെ വിശ്വാസം എന്നറിയോ? ഈ പറയുന്ന പാസ്റ്ററിലെ വിശ്വാസം. സോ മെനി പീപ്പിൾ ബിലീവ് ഇൻ prayer, the power of prayer, but they don't believe in the power of God. വ്യത്യാസം എന്താ? So many people believe in the power of prayer, but they don't believe in the power of God. ശരിക്കും ആരുടെ പവറാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ പവറാണോ ദൈവത്തിന്റെ പവറാണോ പ്രവർത്തിക്കുന്നത്? രണ്ടുമാണെന്ന് നിങ്ങൾ പറയരുത്. ദൈവത്തിന്റെ പവർ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും പവർ ദൈവത്തിന്റെ അല്ലേ? ആണോ? അത് നമ്മുടെ പ്രാർത്ഥനയുടെ പവറാണോ? അല്ല, ദൈവത്തിന്റെ പവറാണ്. ഇപ്പൊ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ പവർ കൊണ്ട് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെയും അവനെയും രക്ഷിച്ച ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ പറഞ്ഞേ? ഈ കടൽത്തീര പോലുള്ള മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയോ? അവർക്കൊന്നും ദൈവത്തിൽ നിന്ന് കടന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അവരെപ്പോഴും ഒരു മധ്യസ്ഥനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, പാസ്റ്റർ പ്രാർത്ഥിച്ച ഞങ്ങൾക്കൊരു വിശ്വാസമാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് ഇപ്പോഴും അപ്പനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, ഞങ്ങൾ ഇത്തിരി അകന്ന്. ഇപ്പൊ അടുത്ത ഒരു പാട്ട് ഇറങ്ങിയത്, നമ്മൾ എന്റെ പുരക്കകത്ത് വരാൻ, കേട്ടിട്ടുണ്ടോ പാട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാധ്യതയില്ല. ഇംഗ്ലണ്ടിലോട്ടൊന്നും എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ മേല. എന്റെ എനിക്കൊന്നും പാടാൻ അറിയത്തില്ല, ദൈവത്തിന്റെ കൃപയാൽ. എന്റെ പുരക്കകത്ത് വരാൻ നീ യോഗ്യനല്ല, അല്ല ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൃദയത്തിനകത്ത് പണ്ടേ ഇല്ല, ഇനി പുരക്കകത്തും കൂടെ വരാതിരിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സമാധാനം. നീ ദൂരെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയാൽ ബ്ലെസ്സിങ്, കിട്ടിയാൽ സന്തോഷം, എൻ്റെ വീട്ടിനകത്തേക്ക് നീ വരണ്ട. എങ്ങനെയുണ്ട് കർത്താവിനോട് പറയുന്നത്? ഇത് ഭയങ്കര അത്ഭുതമല്ലേ ജനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാനൊരു ചർച്ച ചെന്നപ്പം സഹോദരങ്ങളെ അവരിത് പാട്ട് പാടുക, എൻ്റെ പെരക്കകത്ത് വരാൻ. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് എന്താ? ഹൃദയത്തിൽ കർത്താവ് ജീവിക്കണമെന്നാ. പാടുന്നത് എന്താ? പെരക്കകത്ത് പോലും വരല്ലെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇത് വിശ്വാസം എന്താന്ന് പോലും അറിയാൻ വയ്യാത്ത
ഒരു ശതാധിപൻ, അവന് ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം കാണിക്കുന്ന അവൻ ഇങ്ങനെയാ. അതായത് നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും അവിടെ കേട്ടോളും, അത്ര ശക്തി നിനക്കുണ്ട് എന്ന് അവൻ പറഞ്ഞു. അല്ല, അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അത്ര വലുതെന്ന് കർത്താവ് പറഞ്ഞത്. പിറ്റേ ദിവസം ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. അതേ പാട്ട്. ഞാൻ പ്രസംഗിച്ച ഈ പാട്ട് പാടില്ലെന്ന്. ഞാൻ പ്രസംഗം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ പാട്ട് നിങ്ങൾ മേലാൽ പാടരുത്. നിങ്ങളുടെ ഹൃദയത്തിനകത്താണ് കർത്താവ് ഓൾറെഡി ഉണ്ട്. നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വരാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറയാൻ അവകാശമില്ല. നിങ്ങളുടെ വീട്ടിൽ കർത്താവ് വന്നേ പറ്റൂ എന്ന് മാത്രമല്ല, ഓൾറെഡി ഉണ്ട്. പിറ്റേ ദിവസം ചെന്നപ്പോൾ അതേ പാട്ട് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞ് വർഷിപ്പ് ലീഡുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെനിക്കെതിരെ മത്സരിക്കുമായിരുന്നു എന്ന്? അല്ല, അതാണ് ഏറ്റവും വലിയ തണം. അവർ ഭയങ്കര സ്നേഹമായിരുന്നു. മത്സരിച്ചതല്ല, പ്രസംഗിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. ഈ മൈക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇടയിലൊന്നും ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പ്രസംഗിക്കാൻ ആളും ഒന്ന് പ്രസംഗിച്ചു, അത്രേ ഉള്ളൂ. നല്ല പ്രസംഗമായിരുന്നു. അവസാനം അവർ കൈയടിച്ചു ഭയങ്കരമായിട്ട്. പക്ഷെ എന്താ പറഞ്ഞെന്ന്, അവരെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ശ്രദ്ധിച്ചു. ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ്. വിശ്വാസത്തിന്റെ സ്ഥിരതയില്ല ഇന്നും സഹോദരങ്ങളെ. എന്താണ് വിശ്വാസം എന്ന് അറിയാൻ മേല. എനിക്ക് വിഷമം തോന്നുന്ന ഈ യാക്കോബായിന്നും കത്തോലിക്കെന്നും ഹിന്ദു വിശ്വാസം എന്നൊക്കെ വില കൊടുത്ത് അവരെ ഓടിച്ച് അവരുടെ കേറ്റാതെ വെളിയിൽ ഓടിച്ചിട്ട് വിട്ടിട്ട് അവർ നമ്മുടെ പിന്നെ എന്തിനാ, എത്ര വലിയ നഷ്ടം. ഈ നഷ്ടം ആര് നികത്തും? അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ ലോകത്തിലുള്ള എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കർത്താവിനെ കിട്ടുന്നുമില്ല. അപ്പോഴും അഭിഷിക്തന്റെ പുറകെ നടക്കണം. ആലോചിച്ച് നോക്കിയേ, ദേ ഡോണ്ട് ഈവൻ എൻജോയ് എ സൺഷിപ്പ്. അപ്പൊ എന്താ, ജ്ഞാനം ഒരിക്കലും വർദ്ധിക്കുന്നില്ല, ജ്ഞാനം പെരുകുന്നതേയില്ല. അതുകൊണ്ട് എബ്രായ ലേഖനകത്ത് പറയുന്ന, കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാണ്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴും ആദ്യ പാഠങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ട അവസ്ഥയിലാണ്. ആദ്യ പാഠവും ഉറപ്പല്ല. വിശ്വാസത്തിന്റെ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും കാൽവിനിസം ബ്രദറെ അവൻ പറയുന്നത്. എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കാൽവിനിസം പറഞ്ഞിട്ടില്ല. കാൽവിനിസം പറഞ്ഞിട്ടില്ല എന്നല്ല എന്ന് പറഞ്ഞാൽ അത് 2 ദിവസവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരുടെയും വശത്ത് നിന്നുകൊണ്ട് പുൽപ്പിറ്റ് പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ വിശ്വാസത്തിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒരു പറയുന്നത് അത് കാൽവിനിസമാണ്. എനിക്ക് മനസ്സിലാകാത്ത, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം കാൽവിനിസ്റ്റുകളായിരുന്നു. അവരെല്ലാവരും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കർത്താവ് വരും, ഞങ്ങൾ പോകും. പാട്ട് മുഴുവൻ അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ പാട്ടുകൾ മുഴുവൻ അങ്ങനെയല്ലായിരുന്നു. സ്വർപ്പുര വാസം ഓർക്കുമ്പോഴായിരുന്നല്ലോ ഈ ഭൂമി ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അവിടുത്തെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. ഓക്കെ, അപ്പൊ കഷ്ടങ്ങൾ സാരം ഉണ്ടാകുന്ന എപ്പോഴാ? നിത്യ തേജസ്സിൻ ഘനമോർക്കാത്തപ്പോൾ കഷ്ടങ്ങൾ സാരമുണ്ട്, അല്ലെ? അപ്പൊ കഷ്ടങ്ങൾ ഇത്ര ഒബ്സസ്ഡ് ആയിട്ട് പിടിച്ചേക്കുന്നത് എന്തുകൊണ്ടാ? നിത്യ തേജസ്സിന്റെ കനത്തെ കുറിച്ച് ഉറപ്പില്ല. അന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് കഷ്ടങ്ങൾ സാരമില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് ബേസിക് ജ്ഞാനം, അതായത് ഉപദേശ വിഷയങ്ങളിലുള്ള അടിസ്ഥാന ജ്ഞാനം പോലും ഇന്ന് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. പഠിക്കാൻ സ്കൂളിൽ പോയി മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി അല്ല കേട്ടോ ഈ പ്രാർത്ഥന. ദയവായിട്ട് അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഒരു സഹോദരിയുടെ സ്നാനം കഴിഞ്ഞിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. സ്നാനം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അപ്പം ഫസ്റ്റ് ടൈം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ശരി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ തിരിഞ്ഞു. അപ്പോഴേക്കും പുള്ളിക്കാരൻ, അയ്യോ ഫസ്റ്റ് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട കേട്ടോ. എന്നുവെച്ചു എന്താ? പുള്ളിക്കാരി പറഞ്ഞു, രോഗം വരുന്ന എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എന്തായാലും മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഫസ്റ്റ് എത്ര നാൾ ഞാൻ ജീവിക്കുന്ന അറിയില്ല. ആ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ വചനത്തിന്റെ പരിജ്ഞാനം ഒന്നും ഉണ്ടായിക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വായിക്കുന്ന വചനമൊക്കെ ഒന്ന് എനിക്ക് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനത് ആ ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒത്തിരി കാര്യങ്ങളെ ഓർത്ത് ആൻറ്റിക്ക് നന്ദി പറയാനുണ്ടാവും. അതിലൊന്നും ഒരു പക്ഷേ രോഗസൗഖ്യം കിട്ടിയതായിരിക്കും. കാരണം ഞങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ആൻറ്റി വേണ്ടാന്ന് പറഞ്ഞാൽ.
കാരണം സഭയുടെ കടമയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സോ യു വിൽ ഡെഫിനറ്റ്ലി പ്രേ ഫോർ യു. അത് വേറെ കാര്യം. ഇപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യും. അതിലൊന്ന് രോഗസൗഖ്യമായിരിക്കാം, അല്ലെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ തന്നായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു കുടുംബം തന്നായിരിക്കാം. എന്നാൽ അവിടെ തുള്ളി ചാടിക്കൊണ്ട് ഒരു കാര്യത്തിന് സ്തോത്രം ചെയ്യും. കർത്താവ്, എനിക്ക് ഇങ്ങനെ ഒരു രോഗം തന്ന് നീ എന്നെ ഹുക്കിട്ട് പിടിച്ചതിന്. കാരണം അത് നിത്യതയിലേക്ക് ആളെ കൊണ്ടുപോയി. കത്തോലിക്കത്തെ ആയിരുന്ന അവരെ ഈ രോഗത്തിലൂടെയാണ് കർത്താവ് പിടിച്ചത്. അപ്പൊ ഏതിനായിരിക്കും നിത്യത ചെന്ന് തേജസ്സിൽ ഇരിക്കുമ്പോൾ ഏറ്റവും നന്ദി പറയുന്നത്? എന്തിനായിരിക്കും? അപ്പൊ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ഒരു ജ്ഞാനത്തിനാണ്. ഇതാണ് ദൈവം നമുക്ക് തരുന്ന ജ്ഞാനം. കർത്താവെ, നീ നടക്കുമായിരുന്ന വഴികൾ എനിക്ക് മനസ്സിലാകാൻ, നിന്റെ ചിന്തകളിലേക്ക് ഞാൻ കടക്കാൻ, നീ കാണുന്ന പോലെ ലോകത്തെ കാണാൻ ആ ഒരു കണ്ണ് തുറന്നു തന്ന് വചനം വായിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് മനസ്സിലാകാൻ, ഇതാണ് ജ്ഞാനം, ദൈവത്തിന്റെ വിസ്ഡം എന്ന് പറയുന്നത്. വാട്ട് വുഡ് ജീസസ് ഡു? യേശു എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള വിസ്ഡം. ഓക്കെ, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനെ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. നമ്മുടെ ജ്ഞാനം കുറവുള്ള ആളുകളെ നമ്മൾ സ്നേഹത്തോടെ തന്നെ കരുതണം. ഒരു പരിജ്ഞാനം ഇല്ലാതെ പെരുമാറിയാൽ നമ്മൾ അപ്പം തന്നെ ചിന്തിച്ചോണം, അവനെ വത്സിച്ചാൽ എൻ്റെ വിശ്വാസം പോയി, അല്ലേ? വത്സിച്ചാൽ എൻ്റെ വിശ്വാസം പോയി. കാരണം അവനെ കുറ്റപ്പെടുത്തുമല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? എനിക്ക് ജ്ഞാനമുണ്ട്, നിനക്കില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ ശരിക്കും ജ്ഞാനം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ അവനെ വത്സിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ജ്ഞാനം ഇല്ലാത്ത ഒരുത്തനെ കണ്ടാൽ, പാപം ചെയ്യുന്ന ഒരുത്തനെ സഭയിൽ കണ്ടാൽ അവനെ തിരുത്തണം. പക്ഷെ അതേ സമയത്ത് അവനെ വത്സിക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവെ അവനെ നന്നാക്കണമേ. അവനോട് തിരുത്തുകയും ചെയ്യണം. പറയാൻ കാരണം, ഒരുത്തിന് ജ്ഞാനം കുറവായാൽ ഒരുത്തിന് എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയത്തില്ല. പരിജ്ഞാനം ഇല്ല എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഒന്നും വേണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം അവനെ വത്സിക്കേണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അങ്കിളിനെ ഞാൻ പരിചയപ്പെട്ടു. ഇവിടെ വന്നതാണ്, അന്വേഷിച്ച് വന്നതാണ്. അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നതാണ്. എനിക്കിത് പറയാനൊരു വിഷമമുണ്ട്, എന്നാലും പറയാം. വളരെ സാധുവായൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു ഒരു വലിയ വിശ്വാസ ലീഡറിന്റെ ഒരു ശിഷ്യനായിരുന്നു. ആ വിശ്വാസ ലീഡർ ഒരു കൾട്ട് ലീഡർ പോലെ അനേകം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ലീഡറാണ്. പേര് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പേര് പറയുക, ആളിപ്പോ ഇല്ല. അദ്ദേഹം എന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ അതുപോലൊരു ലീഡറാണെന്ന് വിചാരിച്ച് എനിക്ക് ശിക്ഷപ്പെടാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യത്തെക്കാളും കഷ്ടമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ എൻ്റെ കാര്യം മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ലീഡറൊന്നുമല്ല, ദയവായിട്ട് എന്നെ. പക്ഷെ പുള്ളി സമ്മതിക്കുന്നില്ല. പുള്ളിയുടെ ബാഗ് എടുത്തു വെക്കാൻ എന്നെ സമ്മതിക്കില്ല. അയ്യോ പാസ്റ്റർ ചെയ്യരുത് എന്ന് പറയും. ഭയങ്കര ഭക്തി. നിങ്ങളൊന്ന് ആലോചിക്കേ, എനിക്ക് സത്യം പറഞ്ഞാൽ വസ്ത്രം കീറണോ നിലവിളിക്കണോ എന്നൊക്കെ തോന്നും. കാരണം ദാറ്റ് മച്ച് വാസ് ഹിസ് ഇമോഷൻസ്. പരിജ്ഞാനത്തിലേക്ക് വരാൻ പറ്റാതെ ആളുകളിൽ സ്റ്റക്കായി പോയവരാണ്. ആള് വെറും സാധുവാണ്. മുസ്ലിം വിശ്വാസത്തിന് വന്നയാള്. പിന്നെ ഞങ്ങളുടെ ഒരു എൽഡറുടെ വീട്ടിൽ പോയി താമസിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒന്ന് വീഴുന്നതാണ് എനിക്ക് നല്ലതെന്നല്ല, ഇയാളും സാധാരണ മനുഷ്യനാണല്ലോ എന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ചിന്തിപ്പിക്കാൻ. ഞാൻ പറയും, തെറ്റിദ്ധരിക്കരുത്, ഞാനെങ്ങും വീഴാൻ പോവല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ബലഹീനതകളെ ദൈവം പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുറകെ ഇങ്ങനെ ആളുകൾ പിടിച്ചുകൂടാതിരിക്കാൻ വേണ്ടിയാണ്. അതർവൈസ് വി വിൽ ബിക്കം ഡെമി ഗോഡ്സ്. ഞാൻ പറയുന്നത് നിങ്ങൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം, അതുകൊണ്ട് ഇത്തിരി ഉഴപ്പി ജീവിക്കാൻ നല്ല അതിനർത്ഥം. ഓക്കെ, നമ്മൾ സാധാരണ മനുഷ്യരാണ് എന്ന്. അല്ലെങ്കിൽ ഇവരെല്ലാം ഈ ഒരാളെ ആശ്രയിക്കുന്നവർ, ചുറ്റും ആശ്രയിക്കുന്ന ആളുകൾ പെരുകരുത് ഒരിക്കലും. ഞാൻ തിരുവല്ലയിലെ ഒരു ചർച്ച, തിരുവല്ലയല്ലെന്ന്, അവിടെ ഒരു ചർച്ച ഇരിക്കുമ്പോൾ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ഈ ബ്രദറിന്റെ കയ്യിൽ ഇപ്പം കേസ് ബ്രദറിന്റെ പ്രസംഗം മാത്രമേ ഉള്ളൂ. പുള്ളി അത് മൊബൈലിൽ മൊത്തം സേവ് ചെയ്തു. ഞാൻ പുള്ളി പറഞ്ഞ മൊബൈലിൽ വേണം എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കനോട്ട് ഡിപ്പെൻഡ് ഓൺ മീ. ടുമോറോ ഇഫ് സമ്മൺ ടെൽസ് മീ ദാറ്റ് ചേസ് ഈസ് നോട്ട് ആസ് യു തോട്ട്, പുള്ളിക്ക് ആരും ഇല്ലാതായിപ്പോ. He has to grow inside a church, receive
teachings from the church elders, and also listen to us. ഓക്കെ, ഞാനിത് പറയാൻ കാരണം ദൈവത്തോട് യാചിക്കണം. ദൈവമാണ് ഓരോരുത്തർക്കും ജ്ഞാനം കൊടുക്കുന്നത്. ഓരോ മനുഷ്യർക്കും ജ്ഞാനം കൊടുക്കാൻ ദൈവത്തിന് പറ്റും. എത്ര വർഷം കഴിഞ്ഞാലും നിങ്ങൾ ശിശുക്കളെ പോലെ ആകരുത്. നിങ്ങൾ ടീച്ച് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ഈ ടീച്ച് ചെയ്യാൻ ഉള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നും കൂടെ നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒരു മനുഷ്യൻ ഉപദേഷ്ടാവാകാൻ എന്ത് ചെയ്യണം? ഒരു മനുഷ്യൻ ഒരു സഭയിൽ കേൾക്കുന്നവൻ എന്ന നിലയിൽ നിന്ന് കേൾക്കാമോ? കേൾക്കാം പക്ഷേ ഇടയ്ക്ക് വിട്ടുപോയി. ഉപദേഷ്ടാവാകുന്ന അവിടുന്ന് തുടങ്ങാം. ഒരു മനുഷ്യൻ ഉപദേഷ്ടാവാകാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഉപദേഷ്ടാവാൻ ആഗ്രഹമുണ്ടോ? അയ്യോ, ഉപദേഷ്ടാവാകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. ചുമ്മാ ബൈബിൾ എടുത്ത് ഒരു തോട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഉപദേഷ്ടാവാകത്തില്ല. ഓക്കെ, നമുക്കൊരു പാട്ട് പാടി നമുക്കൊന്ന് സമയം. ഹലോ ഹലോ, കേൾക്കാം പക്ഷേ. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ക്ലിയർ ആണോ? ക്ലിയറാ. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമല്ലോ? കേൾക്കാം പക്ഷേ. അപ്പോൾ ഉപദേഷ്ടാവാകാൻ നമ്മളൊരു സ്വപ്നം കണ്ടെന്നോ അല്ലെങ്കിൽ ബൈബിൾ വായിച്ചപ്പോൾ ഒരു തോട്ട് കിട്ടിയെന്നുള്ളതോ നമ്മൾ ഉപദേഷ്ടാവാക്കുന്നില്ല. ശിശുക്കളുടെ തലത്തിൽ നിന്നും കേൾക്കുന്നവരുടെ തലത്തിൽ നിന്നും നമ്മൾ ഉപദേഷ്ടാവിന്റെ തലത്തിലേക്ക് പോകാൻ ബൈബിൾ കോളേജ് പഠിച്ചാലും പോരാ. പിന്നെ എന്താണ് ഉപദേഷ്ടാവാകാനുള്ള വഴി? അതിന് എബ്രായ ലേഖനം പറയുന്ന ഒരു വഴിയുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ജ്ഞാനം കുറവുള്ളവർ അങ്ങോട്ട് നോക്കേണ്ട ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത്. അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിശ്ചയമുള്ളവരാവുക. ഫസ്റ്റ് ക്വാളിറ്റി, അതായത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണെന്ന് നിശ്ചയമുള്ളവരായ ശേഷം, ഫൗണ്ടേഷൻ വീണ ശേഷം, പ്രാണനെയും ആത്മാവിനെയും വിവേചിക്കാൻ, അതായത് ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രാണന്റേതാണോ ആത്മാവിൻ്റെതാണെന്നോ വിവേചിക്കാനും, കട്ടി ആഹാരം കഴിച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ, ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയാൻ ഉള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള കഴിവ് ഒരാൾക്ക് വന്നു തുടങ്ങുമ്പോൾ ആണ് ആ മനുഷ്യൻ ഉപദേഷ്ടാവാകേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് ആത്മാവിൻ്റേതുപോലെ തോന്നും, പക്ഷെ അത് ആത്മാവിൻ്റെതാണോ പ്രാണന്റേതാണോ എന്ന് കേൾവിയാൽ അല്ലെങ്കിൽ കാഴ്ചയാൽ അല്ലെങ്കിൽ ഒരു തോട്ടിനാൽ
നമുക്കത് വചനത്തിന്റെ സഹായത്തോടെ വിവേചിക്കാനും വിഭജിക്കാനും കഴിയുന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശുശ്രൂഷകനാകാൻ കഴിയുള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ആത്മാവിന്റെ തിരിച്ചറിയാൻ ക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടുകൾ അതിനകത്തുണ്ടാവും, വെളിപ്പെടുത്തൽ ഉണ്ടാവും. ക്രൈസ്റ്റ് വുഡ് ബി ലൈക്ക് ദിസ് എന്നൊരു വെളിപ്പാട് അതിനകത്ത് ഉണ്ടാവും. അതുണ്ടെങ്കിൽ ആത്മാവിന്റെയാണ്, അതല്ലെങ്കിൽ അത് പ്രാണന്റെയാണ്. ഇത് വിവേചിക്കാൻ നമുക്ക് പറ്റണം. ഇത് വിവേചിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ഒരാൾ ഉപദേഷ്ടാവാകാവൂ. എല്ലാവരും ടീച്ചർമാരാകരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പിന്നെ ആവർത്തിക്കുന്നുണ്ട്, എല്ലാവരും ടീച്ചർമാരാകരുത്. അടിസ്ഥാന വേദോപദേശങ്ങളെ കുറിച്ച് നിശ്ചയമുണ്ടാകണം. നമ്മെ വിളിച്ച വിളിയാലുള്ള ആശയുടെ ഉറപ്പുണ്ടാകണം. അത് എഫേസ്യ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. പ്രത്യാശ ഒന്നായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. പ്രത്യാശ ഒന്ന്, വിശ്വാസം ഒന്ന്, കർത്താവ് ഒരുവൻ, അതെല്ലാം ഒന്ന് തന്നെ, അത് ഫൗണ്ടേഷൻ. അതിനുശേഷം ക്രിസ്തു എന്ന തലയിലേക്ക് വളരാനുള്ള പരിജ്ഞാനം പ്രാപിച്ച് ആ കൃപ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവുണ്ടാകണം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പ്രവാചകൻ വന്നിങ്ങനെ പറയാന്ന് വെച്ചു, നിങ്ങളുടെ ചർച്ചിൽ വന്ന് പറയാം. എന്നോടൊരു പാസ്റ്റർ ചോദിച്ചു, ഈ പ്രവാചകന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, വളരെ നല്ല അഭിപ്രായമാണ്, ഞങ്ങളുടെ ചർച്ചിൽ പ്രവാചകന്മാരുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ വചനം പഠിപ്പിക്കുന്നവരെല്ലാം ബ്രദറുകാരാണ് ചിന്തിക്കരുത് കേട്ടോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഓക്കെ, എനിവേ, ഞാൻ അതല്ലെന്ന് പറയാൻ വേണ്ടി, ഞങ്ങളുടെ ചർച്ചിൽ കൃപാവരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും പ്രവാചകന്മാർ ഉണ്ടാകാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭയാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു, അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പോഴുള്ള ഈ പ്രവാചകന്മാരുടെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല ഒരു പ്രവചനം എന്നോടൊന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു പ്രവാചകനാണ് വന്നത് മീറ്റിങ്ങിന്. അപ്പോൾ ആ പ്രവാചകൻ വന്നിട്ട് ആ ചർച്ചിലെ ഒരു പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു എക്സാം എഴുതി തോറ്റ് മടുത്തിരിക്കുകയാണ്, ഈ പ്രാവശ്യം നീ എക്സാമിനേഷൻ ജയിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, നിന്റെ മകളെ കുറിച്ചുള്ള നിന്റെ വേദന ഇന്നോടെ മാറിയിരിക്കുന്നു, നിന്റെ മകൾ ഇന്ന് എക്സാമിനേഷൻ ജയിക്കും എന്ന്. പിറ്റേ ദിവസം IELTS റിസൾട്ട് വന്നു, ആ കുട്ടി പാസ്സായി. അതിന്റെ ലഡു ഞാൻ കഴിച്ചു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ എൻ്റെ ലഡു വിതരണമായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ പ്രൊഫസി എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഓക്കെ, ദിസ് പ്രൊഫസി ഈസ് ഗുഡ്, പക്ഷെ ആത്മാവിനാണോ നമുക്ക് ഉറപ്പൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഞാൻ ഒരു പ്രൊഫസി നിങ്ങളോട് പറയാം. ഓക്കെ, ഇത് എങ്ങനെയുണ്ടെന്നോ ഇപ്പൊ ഒന്ന് കേട്ടല്ലോ. ഇതിനേക്കാൾ കിടിലൻ ഒരു സാധനം ഞാൻ പറയാം. ഒരു ദിവസം ഒരു ആള് വന്ന്, ഒരു പ്രവാചകൻ വന്ന് ഒരാളോട് പറയാണ്, നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവും, സൂക്ഷിക്കണം, നിങ്ങൾ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴും. ഈ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല, കാരണം ഞാൻ മരത്തിന്റെ മുകളിൽ കയറാറില്ല, എനിക്ക് അറിയത്തില്ല മരം കയറാൻ. പിന്നെ എങ്ങനെയാണ് ഞാൻ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴും? ഇന്നേ ഒരു മരവും കയറിയില്ല. പുള്ളി പറഞ്ഞു, ഉറപ്പായിട്ട് നിങ്ങൾ മരത്തിന്റെ മുകളിൽ നിന്ന് വീഴും. മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾ ഗവൺമെന്റ് ജോലി ചെയ്യേണ്ട ആളാണ്. എന്ത് സംഭവിച്ചെന്നറിയാം? നല്ല മഴയായിരുന്നു, ഇതൊരു തോട്ടത്തിന്റെ സൂപ്പർവൈസർ ആയിരുന്നു. ഈ മഴയത്ത് ഒരു മരം പിടർന്ന് വേറൊരു മരത്തിലേക്ക് വെച്ച് ആയിരുന്നു. ഈ മനുഷ്യൻ അതിന്റെ മുകളിൽ കയറിയത് ഈ പണി നോക്കാൻ വേണ്ടി, സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി ഈ മരത്തിന്റെ മുകളിൽ കയറി. അതായത് ഈ ഒരു മരം പിടർന്ന് വേറൊരു മരത്തിലോട്ട് ചാടി ഇങ്ങനെ സ്ലാൻഡിങ് സ്ലോപ്പ് ആയിട്ടിരിക്കുക. അതിന്റെ മുകളിൽ നിന്ന് പുള്ളി താഴെ വീണു. പുള്ളിയുടെ ജോലി പോയി. പുള്ളി കേന്ദ്ര ഗവൺമെന്റിലെ ജോലി കിട്ടി സ്വസ്ഥമായിട്ട്. ഇതിൽ ഏത് പ്രൊഫസിയാണ് ഭയങ്കര പ്രൊഫസി ആയത്? ഇപ്പൊ പറഞ്ഞല്ലേ, കിടുക്കം പ്രൊഫസി അല്ലേ? പക്ഷേ ഈ പ്രൊഫസി ചെയ്ത് ആരാന്നറിയോ? ഹിന്ദു ജ്യോത്സ്യന്. മരത്തിൽ നിന്ന് വീണത് എൻ്റെ അപ്പന്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. ഞാൻ ആ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇത് ക്രിസ്തുവിൻ്റെതാണ് ഈ പ്രോഫറ്റ് എന്ന് തിരിച്ചറിയാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. 10 പേരോട് പ്രവചിക്കുമ്പോൾ ഒരാളോടെങ്കിലും ആ എക്സൈറ്റഡ് സ്റ്റേജിൽ, അതായത് ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ആ തലത്തിൽ നിന്നുകൊണ്ട്, ചുമ്മാ പറയാൻ പറ്റും, ആ തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചോ, ഇടുക്കു വഴിയെ കുറിച്ചോ, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചോ, അതിന്റെ എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചോ ഈ ഒരാളോടെങ്കിലും, 10 പേരോട് പ്രവചിക്കുമ്പോൾ ഒരാളോടെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ ഒരു പക്ഷേ ദൈവത്തിനുള്ളവനായിരിക്കും.
കാരണം ആത്മാവിൽ ആയിരിക്കുന്ന സമയത്ത്, അതായത് ഈ എക്സ്റ്റസിയിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പല പ്രവാചകന്മാർക്കും പറ്റാറില്ല. കാരണം they are driven by another spirit. When in ecstasy, when they're speaking in tongues and in that ecstatic stage, closing their eyes and speaking, they don't preach about Christ and his cross at all. They preach only about this word. അതിനർത്ഥം എന്താ? ഏത് ആത്മാവാണ്? ഞാൻ പറഞ്ഞു 10 പേരോട് പ്രവചിക്കുമ്പോൾ പലർക്കും ആശ്വാസം ആവശ്യമാണ്, പലർക്കും ജോലി ആവശ്യമാണ്, അതൊക്കെ പ്രവചിച്ച് ഇടയ്ക്ക് വന്ന് വരാം. പക്ഷെ ഒരാളോടെങ്കിലും ഈ എക്സ്റ്റസിയുടെ സമയത്ത്, അതായത് ഈ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, if he cannot reveal the Son of God, cannot reveal that narrow gate, cannot reveal the life of the Son, ഈ ലോകം മായയാണെന്നും അന്യമാണെന്നും ഇത് നമുക്കുള്ളതല്ലെന്നും ഉള്ള ഒരൊറ്റ പ്രോസസ്സ് ഇതിനിടയിലൂടെ വരില്ല. കാരണം ദ സ്പിരിറ്റ്, ടുഡേ സ്പിരിറ്റ്, ഈ കാലഘട്ടത്തിന്റെ ആത്മാവ് കാലഗതിയെയും അതിന്റെ ആത്മാവിനെ അനുസരിച്ച്, അതിന് അധിപതിയായ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ അൺഎബിൾ ടു ഡു ഇറ്റ്. എന്തുകൊണ്ടാണ് എക്സ്റ്റാറ്റിക് ഫോമിൽ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട? വിവേചനത്തെക്കുറിച്ച് ഞാൻ പറയുന്നു. ഈ വിവേചനം ഉണ്ടെങ്കിലേ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ കാലഗതിയെ അനുസരിച്ച് നടക്കുന്നവർ, കാലഘട്ടത്തിന്റെ ആത്മാവിനെ അനുസരിക്കുന്നവർ. അതുകൊണ്ട് ഇപ്പൊ എക്സ്റ്റാറ്റിക് ഫോമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഒന്നാന്തരമായിട്ട് ചിരിച്ച് സന്തോഷിച്ച് സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞു നടക്കുന്ന ആൾക്കാര് ഈ ആരാധനയ്ക്ക് കിടക്കുന്ന ചില സമയത്ത് ഭൂത് കളകുന്നവരുണ്ട്. ആ എക്സ്റ്റാറ്റിക് ഫോമിൽ അവർക്ക് ഒരിക്കലും യേശുവിനെ അംഗീകരിക്കാൻ പറ്റില്ല. തെറി പറയും, യേശുവിനെ ഉൾപ്പെടെ ചീത്ത പറയും. കാരണം ആ സമയത്ത് റിയൽ ആ സെൽഫ് ആ സമയത്ത് ഒന്നും അഭിനയിക്കാൻ പറ്റില്ല. അതേ സമയത്ത് സുബോധത്തോടെ നല്ല ഈ സുബോധത്തോടെ ഇരിക്കുമ്പം കർത്താവ് എന്നൊക്കെ വൈബ്രേഷനോട് പറയും. പക്ഷെ അതങ്ങ് മാറിക്കഴിഞ്ഞാൽ, അതായത് ആ ഒരു ട്രൂ സെൽഫ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കൺഫസ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന റൂമിൽ ഒരു ദുരാത്മാവ് ഇളകിപ്പോയത് ഇങ്ങനെയാണ്. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ഫെൽ ഡൗൺ. ഞാനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഉടനെ ഏതോ ഒരു യക്ഷിയുടെ ഏതാണ്ടിന്റെ പേര് വന്നു. ക്രിസ്തു ആരാന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു എൻ്റെ ശത്രുവാണ്. ഒരു പെന്തക്കോസ്ത് ചർച്ച് വർഷിപ്പിച്ചിട്ട് ഞാൻ നൗ ഷീ ഈസ് എക്സ്പോസ്ഡ്. അപ്പൊ ദൈവത്തിന്റെ കൃപയാൽ അത് പോയി. അവൾ ഫ്രീ ആയി. പക്ഷെ ഈ എക്സ്റ്റസിയിൽ ഇരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പറഞ്ഞാൽ ആ ട്രൂ സ്പിരിറ്റ് ഏതാന്ന് മനസ്സിലാവും. സാധാരണ ചർച്ചിൽ വർഷിപ്പിൽ അതൊന്നും പറയാറില്ല. ജസ്റ്റ് ഡ്രം അടിച്ചങ്ങ് മുപ്പിക്കുന്നുള്ളൂ. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഏത് ആത്മാവിനാണ് പറയുന്നത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ശരിക്കും യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവില്ലാതെ കൺഫസ് ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ഒരാളിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രവാചകന്മാർക്ക് ക്രിസ്തുവിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ദേ ആർ നോട്ട് കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദേ ആർ കൺട്രോൾഡ് ബൈ അനദർ സ്പിരിറ്റ്. ആൻഡ് വി ആർ സോ മച്ച് ഇൻടോക്സിക്കേറ്റഡ് ബൈ ദാറ്റ് ഡോക്ട്രിൻ ബിക്കോസ് വി ലവ് ദ വേൾഡ് ആൻഡ് വി ബിലോങ് ടു ദിസ് വേൾഡ്. ഈ ജെയിംസിന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ആ ലോക സ്നേഹത്തെ കുറിച്ചുള്ള ഭയങ്കര ശക്തമായ ടീച്ചിങ്സ് ഉണ്ട്. ബിക്കോസ് ദാറ്റ് സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്, ആ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ആണ് ഇന്ന് സഭകളെ, ഇന്ന് മിക്കവാറും ആളുകളൊക്കെ നിയന്ത്രിക്കുന്നത്, ശുശ്രൂഷകളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെളിപ്പെടുത്തലുകൾ, ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ പോകുന്നത്. അപ്പൊ ആത്മാക്കളെ വിവേചിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉപദേഷ്ടാവിന്റെ തലത്തിലേക്ക് ജ്ഞാനം, പരിജ്ഞാനം, വാട്ട് വുഡ് ജീസസ് ഡു എന്നുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഈ ആത്മാവിന്റെ വിവേചനം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് അത് വിവേചിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശരിക്കും കർത്താവിന്റെ അടുത്ത് ചെന്ന് ആ പരിജ്ഞാനം ചോദിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എല്ലാ പ്രവാചകന്മാരെ ശോധന ചെയ്ത് നോക്കിയോളൂ. ഇന്ന് കാണുന്ന വലിയൊരു പങ്ക് പ്രവാചകന്മാർ ലോകത്തെക്കുറിച്ച് അല്ലാതെ മിണ്ടില്ല. അവർ വാ തുറന്നു അതേ പറയുള്ളൂ. എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് ആകുന്നില്ലല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും വിചാരിക്കുന്നില്ല. എന്ത് വിചാരിക്കാനാ? കട്ടിലെ നിവർന്ന് കിടന്നിട്ട് ഇവിടെ കിടന്നാൽ മതി മോനെ എന്ന് പറഞ്ഞാലും അനുസരിക്കാന്ന് മാത്രമേ വിചാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ എന്ത് വിചാരിക്കാനാ? ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നതന്നെ തെറ്റല്ലേ. എന്താഗ്രഹിക്കാൻ?
ഇനി ആഗ്രഹിക്കുന്നു വെച്ചോ, മനുഷ്യനല്ലേ. പക്ഷെ ഒരു പ്രവാചകൻ വന്നത് പറയുന്ന മോശമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഇതിനൊരു പ്രവാചകൻ അങ്ങനെയൊക്കെ വന്ന് എന്നെ ആഗ്രഹിപ്പിക്കുന്നത്, ഈ ലോകത്തെക്കുറിച്ചും മിനിസ്ട്രി സക്സസ് ആവുന്നത് എന്തിനാ? പ്രവാചകൻ എന്താ ഇത്ര കൺസേൺ? എന്റെ മിനിസ്ട്രി സക്സസ് ആയില്ലെങ്കിൽ വേറൊരാളെ ഇത് വായിച്ചോളൂല്ലോ. എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്ര കൺസേൺ? എനിക്ക് പ്രശസ്തി ഉണ്ടാവണോ? വാട്ട് ഈസ് ഹിസ് കൺസേൺ? ദൈവത്തിന്റെ പ്രവാചകനാണ് ഏതെങ്കിലും ഒരുത്തൻ വചനം പറഞ്ഞാൽ പോരെ. ഇപ്പൊ ചെയ്സ് തന്നെ പറയണത് എന്താ പുള്ളിക്ക് തന്നെ നിർബന്ധം? സോ ദീസ് ആർ ഓൾ ഫ്ലാറ്ററിങ് us, ഹൈലൈറ്റിങ് us ഓവർ ഗോഡ്. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല. ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്കിത് വിവേചിക്കാൻ കഴിയാത്തത്. അപ്പൊ വിശ്വാസത്തോടെ യാചിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്ഥിരമായ ഒരാത്മാവ് ഉണ്ടാകണം. ഒരു ദിവസം രാവിലെ ലോകത്തിലേക്കും വൈകിട്ട് ചിലർ പറയാറുണ്ട് കുറച്ചൊക്കെ നമുക്ക് ഇത് ഇവിടെ ചേർത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുള്ളൂ. പറഞ്ഞത് എല്ലാത്തരം ആൾക്കാർ സഭയിലുണ്ട്. അതെങ്ങനെ എല്ലാത്തരം ആൾക്കാർ സഭയിലുണ്ടായത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. നിങ്ങൾ കേട്ടില്ല? എല്ലാത്തരം ആൾക്കാർ സഭയിലുണ്ട്. എല്ലാത്തരം ആൾക്കാർ സഭയിലില്ല. ഉണ്ടാകരുത്. തല വിതച്ചിട്ട് പോയത് ലോകത്തിലാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയുമ്പോൾ എല്ലാ മീനും പിടിക്കും. പക്ഷെ സഭയിൽ ആത്മാവിൽ നിറഞ്ഞവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാകാവൂ. സഭയ്ക്കകത്ത് റെമനന്റ് ഈ ദുഷ്ടൻ വന്ന് കള വിതച്ചിട്ട് പോയി എന്ന് പറയുന്നത് എവിടെയാ? ലോകത്തിലാ, അല്ല സഭയിലല്ല കേട്ടോ. അവിടെ കർത്താവ് എടുത്തു പറയുന്നുണ്ട് ഈ എന്താ പറയുന്നത്, ലോകം എന്ന്. ഫീൽഡ് ലോകമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിശ്വാസത്തോടെ യാചിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അതും വൈകിട്ട് ഇതും ആകരുത്. ഒരു കാര്യം ഞാൻ പറയാം ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്. ഞാൻ പല ചർച്ചകളിലും ഇപ്പോൾ പ്രസംഗിക്കുന്നത് നിർത്തി റെഗുലറായിട്ട്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ പ്രസംഗിച്ച അടുത്ത ദിവസം നേരെ ഓപ്പോസിറ്റ് പ്രസംഗമാണ്. ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥന 28ാം ദിവസം കണ്ട എനിക്ക് കിട്ടിയേക്കുന്നത്. അവർ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം യെസ് പറഞ്ഞു, കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. പിന്നെ അവരുടെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ പ്രസംഗിക്കുന്നതിന് 4 മടങ്ങ് വെട്ടാൻ കഴിവുള്ള ഓപ്പോസിറ്റ് ആൾക്കാരാണ് അതിന് പിന്നാലെ വരുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവെന്ന് പറയുന്ന പോലെ ഇത് നേരെ തിരിച്ചാണ്. ഞാൻ പറഞ്ഞു എന്നെ അങ്ങ് ഒഴിവാക്കിയിട്ട് വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ ടീച്ചിങ് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇടയ്ക്ക് വന്ന് ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ വേറൊന്നിൽ സെറ്റാണല്ലോ, അത് തന്നെ ആയിക്കോട്ടെ പണി. എന്നെ അതിനകത്ത് അങ്ങ് ഊരിത്തരാമെങ്കിൽ നന്നായിരിക്കുന്നു. പുള്ളി അവർ ഊരി തന്നില്ല. പിന്നെ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി. കാരണം പക്ഷെ ദിസ് ഈസ് ദ ഡിഫിക്കൽട്ട് പാർട്ട്. ഈ ടോയിൽ ചെയ്ത് നമ്മളെ എല്ലാ അധ്വാനവും വെറുതെ ആകുന്ന പോലെയാണ് ഇതിന് ശേഷം. ഇപ്പൊ നമ്മൾ നട്ടു, വേറെളഞ്ഞ് പിഴുതു നോക്കി. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ഥിരമായ വിശ്വാസം ഇല്ലെങ്കിൽ സംഭവിക്കും. നമ്മൾ നടുന്നു, വേറെളഞ്ഞ് പിഴുന്നു, വേര് വളർന്നോ? ഇല്ല. വേറെടുത്ത് കൊണ്ടേ നടന്നു. പിന്നെ നമ്മൾ പരിചയപ്പെടുത്തി നടന്നു. എവിടെയെങ്കിലും സ്ഥിരമായ വിശ്വാസം ഉണ്ടാവുമോ? ഒരിടത്തും ഉണ്ടാവും. നമ്മൾ തുടർച്ചയായി ലേഖനങ്ങൾ വായിക്കണം. ഒരാളെ കേൾക്കണം എന്നല്ലേ പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണം. തുടർച്ചയായി വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. നമ്മൾ പരസ്പരം ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. പരസ്പരം നമ്മൾ പങ്കുവയ്ക്കേണ്ടത് വേണം. ആ സഭയുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്നത്. പല ശുശ്രൂഷകളിലൂടെയും. നിങ്ങൾ എന്തൊക്കെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അറിയില്ല. പക്ഷെ ഇതെല്ലാം വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുകയും സ്ഥിരത അനുസരണത്തിലേക്ക് നയിക്കുകയും വേണം. ഓക്കെ, ഈ അനുസരണം എന്താണെന്ന് നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണും. യാക്കോബിന്റെ ലേഖനത്തിൽ അനേകം കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം സംബന്ധിക്കുന്നുണ്ട്. സോ വിൽ സീ വൺ ആഫ്റ്റർ അനദർ ഫോർ ദ കമ്മിങ് വീക്ക്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.